പരിവർത്തന ശാസ്ത്രമായി മാർഗദർശിയായി മാറുമ്പോഴാണ് രാമായണത്തിന് കാലോചിതമായ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാവുന്നത്. ഇന്ന് രാമായണ പാരായണങ്ങൾ ധാരാളമുണ്ടെങ്കിലും രാമായണത്തിലൂടെ എന്താണ് തലമുറകളിലേക്ക് ഒരു സന്ദേശം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് രക്ഷിതാക്കൾ അത്ര ഗൗരവമായി ചിന്തിക്കുന്നില്ല. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതിന് കാരണം നമ്മളത്ര യാന്ത്രികത്വം പ്രാപിച്ചുപോയി. യാന്ത്രികതയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ഒരു പുതിയതായി ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഹിന്ദു സമൂഹം വാർത്തെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ജെൻസി പോലുള്ള കുട്ടികൾ റോട്ടിൽ ഇറങ്ങുന്നത്. ഈ പഴയ സിസ്റ്റത്തിൽ തന്നെ നിന്ന് അതിൽ തന്നെ മുരടിച്ച് മരവിച്ചിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെ മാറ്റം വരുത്താനും പൊളിച്ചെഴുതാനും യുവതലമുറ ഇറങ്ങേണ്ടി വരികയാണ്. അപ്പം ഇന്ന് നമ്മൾ യുവ അമ്മമാരൊക്കെ മനസ്സിലാക്കേണ്ടത് രാമായണം അന്ധമായി വായിക്കാനുള്ള ഒരു പുസ്തകമല്ല. ആ അന്ധത നമ്മൾ മാറ്റിയെടുക്കണം. നമ്മുടെ തലമുറകളിലേക്കുള്ള ഒരു സന്ദേശത്തെ രാമായണത്തിലൂടെ രൂപപ്പെടുത്തി എടുത്തില്ലെങ്കിൽ നാളത്തെ തലമുറ ഇതൊക്കെ വലിച്ചെറിയും. ഈ പുസ്തകമൊക്കെ അവർക്ക് വിലയില്ലാത്തതാണ്. അത് ഞാനും നിങ്ങളും ആയിരിക്കും അതിൻ്റെ ശാപം. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളിപ്പോഴത്തെ ഈ ജെൻസി സമരം കണ്ടാൽ മതി. പഴയ ചട്ടക്കൂടുകൾ, പഴയ നിയമങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഗവൺമെന്റ് നടക്കുമ്പോൾ യുവതലമുറ അതിനെ എതിർക്കും. കാലം മാറുന്നത് മുതിർന്നവർ കാണുന്നില്ല. നിങ്ങളിപ്പോഴും പഴയ സ്ട്രക്ചറിൽ നിൽക്കുമ്പോൾ വരുന്ന തലമുറ ഇതിനപ്പുറത്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അവരുടെ തലത്തിലേക്ക് രാമായണത്തെ നമുക്ക് കൊണ്ടുവരണം. എന്നാൽ അവരെ ഭാരതത്തിന്റെ ആധ്യാത്മിക വിജ്ഞാനം പഠിപ്പിക്കുകയും വേണം. അതുകൊണ്ട് എല്ലാവരിലും ഉണ്ടാവേണ്ടുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് രാമായണം? എന്തിനാ രാമായണം വായിക്കുന്നത്? അപ്പൊ ഇവിടെ നമ്മുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ രാമന്റെ കഥ പറയുക എന്നുള്ളതാണ്. എന്തോ പണ്ട് ദശരഥ മഹാരാജാവ് അയോധ്യയിൽ ജനിച്ചോ ജീവിച്ചോ, അദ്ദേഹത്തിന് 3 പെണ്ണുണ്ടായി, അതിൽ കുട്ടികളുണ്ടായില്ല, പുത്രകാമേഷ്ടി, ഇങ്ങനെയുള്ളൊരു കഥയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എന്നാൽ ഇവിടെ രാമൻ എന്നുള്ള വാക്കാണ് വളരെ പ്രധാനം. ആ രാമൻ എന്ന ശബ്ദത്തെ ആഴത്തിൽ പഠിക്കണം. ആ രാമന്റെ അയനമാണ്. രാമൻ എന്നതിന് നിങ്ങൾ എന്തർത്ഥം കൊടുക്കുന്നു? ഇവിടെയാണ് നമ്മുടെ രാമായണത്തിന്റെ മഹത്വമുള്ളത്. രാമൻ എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് ആണ് വിഷയം എന്ന് മനസ്സിലാക്കണം. മനസ്സാണ് രമിക്കുന്നത്. രമിക്കുക. രാമൻ എന്നുള്ളതിന് സംസ്കൃതത്തിൽ അയോധ്യയിലെ ദശരഥന്റെ പുത്രൻ എന്ന് മാത്രമല്ല, രാമൻ എന്ന് പറഞ്ഞാൽ രമിക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പൊ നമ്മളൊക്കെ രമിക്കുന്നു. രമണം, രമിക്കുക. എവിടെയാണ് നമ്മൾ രമിക്കുന്നത്? നമ്മൾ രമിക്കുന്നതൊക്കെ നമ്മുടെ സുഖം കിട്ടുന്ന ലൗകികമായ ലോക ചിന്തകളിലാണ്. ഇത് വേണം, നമുക്ക് ലോകം വേണം, ലൗകികം വേണം. പക്ഷെ ഒരു ധാരണ മാത്രം ഉറപ്പിക്കരുത്. എന്താണത്? ഈ ലൗകികമായ സുഖം നമുക്ക് പിടിച്ചു നിർത്താം എന്ന ഒരു ധാരണ വെക്കരുത്. ഇത് പിടിച്ചു വെക്കാൻ പറ്റുന്നുള്ളത്. അവിടെയാണ് ഈ യുവതലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്കത് ബോധമില്ല. കാരണം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇവിടുത്തെ ഈ സുഖ സൗകര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. എല്ലാവരും ആരോഗ്യത്തോടെ നിൽക്കണം, എല്ലാവരും ആയുസ്സോടെ നിൽക്കണം, സമ്പത്ത് നഷ്ടപ്പെടരുത്, സൗകര്യങ്ങൾ നഷ്ടപ്പെടരുത്. ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു അന്ധത നമ്മുടെ ഹിന്ദു സമൂഹത്തെ ബാധിച്ചു. അപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെയാണ്, ലൗകിക സുഖം ദൈവം പിടിച്ചു നിർത്തി തരണം. പക്ഷെ വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഉള്ള നമ്മൾ ചിന്തിക്കണം, വല്ലതും ദൈവത്തിന്റെ കയ്യിലാണോ? ഇപ്പൊ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ നോക്കൂ, ഇറാനിൽ പോയിട്ട് അമേരിക്ക ബോംബിടുന്നു. ഏത് ദൈവത്തിന് തടുക്കാൻ പറ്റും? ഏത് ദൈവം പിടിച്ചു നിർത്താൻ പറ്റും? ഇപ്പൊ ഭൂകമ്പങ്ങൾ, ഇപ്പൊ മഴ പെയ്യുന്നു, പ്രളയം ഉണ്ടാവും. ഇന്നിപ്പം വയനാട് ജില്ലയിലും മറ്റു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചു. ദൈവം വിചാരിച്ചാൽ നിർത്താൻ പറ്റും? അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കണം. ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് തരുന്ന ഒരു ഏജന്റ് അല്ല, ദൈവമല്ല. ആ വാക്ക് തന്നെ നമ്മൾ ഹിന്ദുക്കൾ തെറ്റിച്ചു പോയി.
നിങ്ങൾ കുട്ടികളെ വഴിതെറ്റിച്ചതിന്റെ ഏറ്റവും പ്രധാന വാക്കാണ് ദൈവം. അതിന് പകരം നമ്മൾ പറയേണ്ടത് ദൈവീകത എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സ് രമിക്കണം. എവിടെയാണ് രമിക്കേണ്ടത്? അത് കേവലം ലൗകികമായ കാര്യങ്ങളിൽ രമിച്ചാൽ, അത് നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചാൽ, അപ്പം നിങ്ങൾ ആത്മഹത്യയിലേക്ക് പോകും. കാരണം ഞാൻ പിടിച്ചു വെച്ചൊന്നും എൻ്റെ കൂടെ നിൽക്കുന്നില്ല. എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, ഞാൻ ആ കണക്കുകൂട്ടലിൽ ജീവിച്ചു, പക്ഷെ എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ നിന്നില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം നാളെ വേറെ രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, അപ്പം ഞാൻ എൻ്റെ ബിസിനസ് പൊളിഞ്ഞു, എൻ്റെ പണം പോയി, എൻ്റെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ പോയി, അല്ലെ എൻ്റെ ഭർത്താവിന് വേറൊരു ബന്ധം, ഇരുന്ന് കരഞ്ഞ് ദുഃഖിച്ച് ജീവിതം തീർക്കാം. ഇതാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് പറ്റുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ദുരന്തമാണ്. കാരണം നിങ്ങൾ അവരെ തെറ്റായ ഭക്തി പഠിപ്പിച്ചു. എന്താണ് തെറ്റായ ഭക്തി? ഈ കിട്ടുന്ന സുഖങ്ങളൊക്കെ ദൈവം പിടിച്ചു നിർത്തി തരും, അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ ആരോഗ്യം ഉണ്ടാവും, നിങ്ങളുടെ ഭാര്യയും കുടുംബവും ഉണ്ടാവും, നിങ്ങളുടെ സമ്പത്ത് ഉണ്ടാവും. ഈ ധാരണ അവരുടെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചു. അപ്പൊ അത് വിപരീതമായി വരുമ്പം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിലെ പണം നഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, തൂങ്ങാൻ പോയി. അപ്പൊ നോക്കൂ, നിങ്ങൾ അവരുടെ ജീവിതം ദുരന്തമാക്കിയത് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ല, മനസ്സിനെ ദൈവീകമാക്കാനാണ്. അതാണ് നമ്മുടെ ജീവിതം. അതിലാണ് രമിക്കേണ്ടത്. നിങ്ങൾ ലൗകികമായ കാര്യത്തിൽ രമിച്ചോളൂ. ഭാര്യ, മക്കള്, വീട്, പറമ്പ്, സ്വത്ത്, ഇതിലൊക്കെ നിങ്ങൾ രമിച്ചോളൂ. കൂട്ടത്തിൽ അല്പസമയം നിങ്ങൾ ദൈവീക വിചാരത്തിൽ, ദൈവീക ചിന്തയിൽ രമിക്കൂ. അതിൻ്റെ പേരാണ് സാധന. അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ കുറച്ചു നേരം അനുഷ്ഠാനങ്ങളിൽ രമിക്കണം. ഈ അനുഷ്ഠാന സംസ്കാരം ഇന്ന് നമ്മുടെ ഹിന്ദു തലമുറകൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അനുഷ്ഠാനങ്ങളിൽ രമിക്കണമെങ്കിൽ, എന്തിനാ ഞാൻ അനുഷ്ഠാനങ്ങളിൽ രമിക്കുന്നത്? എൻ്റെ ശ്രദ്ധ അനുഷ്ഠാനങ്ങളിലേക്ക് തിരിയും തോറും അതെനിക്ക് മനോബലവും ആത്മവിശ്വാസവും ആത്മശക്തിയും എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഇത് പുറത്ത് കടക്കാനുള്ള മാർഗവും കാണിച്ചു തരും. അറ്റ്ലീസ്റ്റ് അത്രയും പറഞ്ഞു കൊടുത്താൽ മതി. കുറച്ചു നേരം നിങ്ങൾ ഒരു സാധനാനുഷ്ഠാനത്തിൽ രമിച്ചിരുന്നെങ്കിൽ മനോബലമുള്ളവരായി തീരും. അപ്പൊ എൻ്റെ ബിസിനസ് പൊളിഞ്ഞാലും ഞാൻ തകരില്ല, വേറൊരു ബിസിനസ് ഉണ്ടാക്കാൻ എൻ്റെ മനസ്സ് പറയും. എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയാലും അതിനെ പിടിച്ചു കൊണ്ടുവരാനോ അതിനെ തിരിച്ച് എത്തിക്കാനോ രാമൻ എപ്രകാരമാണോ സീതയെ കൊണ്ടുവന്നത് അതുപോലെ പരിശ്രമിക്കും, തൂങ്ങാൻ പോവില്ല. ഈ തരത്തിൽ ഒരു ദുരന്തമായി മാറാതിരിക്കണമെങ്കിൽ മനസ്സ് രമിക്കണം. എവിടെ രമിക്കണം? അനുഷ്ഠാനങ്ങളിൽ രമിക്കണം. അതിന് അനുഷ്ഠാനം പറഞ്ഞു കൊടുക്കണം അച്ഛനും അമ്മയും. അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കണം, പറഞ്ഞു കൊടുത്തിട്ടില്ല. അന്ധത നമ്മുടെ ഹിന്ദുക്കളെ ബാധിച്ചുപോയി. വലിയൊരു അന്ധകാരത്തിലേക്ക് മക്കളെ തള്ളിവിട്ടവരാണ് ഹിന്ദു സമൂഹം. അതുകൊണ്ട് അവർക്കറിയില്ല. കുട്ടികൾക്ക് ഇവിടെ വരുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കും, നീ എന്തിനാ അമ്പലത്തിൽ വന്ന്? അമ്മയും അച്ഛനും തൊഴാൻ പോയി, ഞാനും തൊഴാൻ പോയി. ഈ തരത്തിലൊരു അന്ധതയിലേക്ക്, കൂരിരുട്ടിലേക്ക് അവരെ തള്ളിവിട്ടു. നിങ്ങൾ ഈശാവാസ്യ ഉപനിഷത്തിൽ നിങ്ങളെ കുറിച്ചൊക്കെ പറയും. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയും, അന്ധം തമപ്രവിശ്യന്തി എന്നാണ്. അന്ധം തമപ്രവിശ്യന്തി. അന്ധതയുള്ളവൻ തമസ്സിലായിരിക്കും മനസ്സ്. അവന് തമസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവന് പുറത്തു കടക്കാൻ വഴി അറിയില്ല. അന്ധം തമപ്രവിശ്യന്തി യോ അവിദ്യാമുപാസതേ. അവിദ്യയിൽ ഉപാസിക്കുന്നവൻ അന്ധകാരത്തിലും തമസ്സിലുമായിരിക്കും പോകുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ദുരന്തമാണെന്ന് മനസ്സിലാക്കണം. രാമായണത്തിൽ ഇത്രയെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ ലൗകിക കാര്യങ്ങളൊക്കെ രമിച്ചോളൂ, വിരോധമില്ല. പക്ഷെ അല്പം അനുഷ്ഠാനത്തിലും രമിക്കാൻ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ അത് മനോബലമായി, ആത്മബലമായി, ആത്മശക്തിയായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ കുറെ കൂടി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. അവസാനം നിങ്ങൾ എന്ത് വേണം? പ്രായമായവർക്ക് മനസ്സിലാവണം, ഇനി മറ്റൊരു രമണമുണ്ട്, രമിക്കേണ്ടതുണ്ട്. അതെന്താണ്? അത് ആത്മാരാമനിൽ രമിക്കണം. അനുഷ്ഠാനം ചെയ്ത് അതിൽ മുഴുകും തോറും നിങ്ങൾ വേണ്ടാത്തതിലൊന്നും പോയി തലയിട്ടിട്ട് നിങ്ങൾ പരിഭവവും പ്രശ്നക്കാരും ആവില്ല. ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ നോക്കൊരു വാർത്ത, ഗുരുവായൂരിൽ നിന്ന് വന്ന വാർത്തയാണ്. ഒരാളുടെ ചിത്രം വെച്ചിട്ട് പറയാണ്, ഈ മനുഷ്യനെ ഗുരുവായൂരിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്, ആലപ്പുഴ എവിടെയാണ്, ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം, കാലിൽ വ്രണവും വന്നിട്ട്
പാവം കടക്കാനും ഇടയില്ല. അവിടെ ഇവിടെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഒരു പാവം മനുഷ്യന്റെ ചിത്രവും വെച്ചിട്ട് പേപ്പറിൽ കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഹിന്ദുവിന് ഈ ഗതി വരണത്? കാരണം അല്പം പോലും ആത്മീയമായി ഒരു സംസ്കാരം വളർത്താതെ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതുപോയി അവസാനം മക്കൾക്ക് വേണ്ടാതെ ഭാരവും ബാധ്യതയെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പ്രായമാകും തോറും നമുക്ക് ലൗകികതയിൽ നിന്നും ആത്മാരാമനിലേക്ക് എത്തണം. അതിന് നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം, ചിത്രമുണ്ടാവണം. ബ്രഹ്മപ്രാപ്തിക്കാണ് ഞാൻ വന്നത്. എൻ്റെ ജീവിത ലക്ഷ്യം ബ്രഹ്മപ്രാപ്തിയാണ്, പൂർണ്ണത കൈവരിക്കലാണ്. അത് ഞാൻ അനുഷ്ഠാനത്തിലൂടെ അല്ലാതെ അവിടെ എത്തില്ല. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഒരു ദിവസം മരിക്കേണ്ട ആളാണ്, ഈ ശരീരം വിട്ടു പോകേണ്ട ആളാണ്. അതിൻ്റെ ഇടയിൽ മക്കളുടെ കാര്യത്തിലും പേരക്കുട്ടികളുടെ കാര്യത്തിലും അനാവശ്യമായി ഇടപെട്ടാൽ, വേണ്ടാത്തതിൽ തന്നെ മനസ്സ് വെച്ചാൽ, ഗുരുവായൂരിലല്ല എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചേ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം നിങ്ങളൊരു നോയിസൻസ് ആവും, നിങ്ങളൊരു ബാധ്യതയാവും, നിങ്ങളൊരു ഭാരമാവും. ഇത് തിരിച്ചറിയുന്നവരാണ് വിവേകികൾ, അല്ലേ? അതാണ് പണ്ടുള്ളവർ എന്ത് ചെയ്തു അറിയോ? അവർക്ക് തിരിച്ചറിവുണ്ടായി, ഞങ്ങളൊരു ഭാരവും ബാധ്യതയാവുന്നത്. അതുകൊണ്ട് അവർ വാനപ്രസ്ഥത്തിന് പുറപ്പെട്ടു. അവര് രാജാക്കന്മാര് നേരെ കാട്ടിലേക്ക് പോയി. നിങ്ങൾ നോക്കൂ, ഒരു ഭാഗവതത്തിലെ കഥകളൊക്കെ എടുത്ത് നോക്കി അതല്ലേ കാണുന്നത്. സ്വയംഭൂമനുമായാലും എല്ലാ രാജാക്കന്മാരായാലും ഒരു പ്രായമാകും തോറും അനാവശ്യമായ ഇടപെടലുകൾ മാറ്റി, അതിനാണ് ക്ഷേത്രം തന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പൊ ഇവിടെയൊക്കെ നോക്കൂ, ഇത്രയും നല്ല സൗകര്യമുള്ള ക്ഷേത്രമുണ്ട്. ഈ പ്രായമുള്ളവർക്കൊക്കെ രാവിലെ എണീറ്റിട്ട് വന്നൂടെ? ചെയ്യില്ല. അവരങ്ങനെ അവരുടെ കുടുംബത്തിൽ ഉറച്ചു പിടിച്ചിരിക്കുക. ആധാരവും കയ്യിൽ വെച്ചിട്ട് ഇപ്പുറത്ത് ആധാർ കാർഡും വെച്ച് നടക്കുകയാണ്. ചത്തുപോകുമ്പോൾ ആധാരം കൊണ്ടുപോകുന്ന പോലെ ഈ മക്കള് നാളെ വരെ ഒരു വഴിക്ക് ആക്കുന്നവരാണ്. തിരിച്ചറിയണ്ടേ? ഇതൊക്കെ ഒരു പ്രായം വരെയല്ലേ പറ്റുള്ളൂ. ഇനി മരണമില്ലേ നമ്മുടെ മുന്നിൽ? മരണം വരുമിനി എന്ന് നനച്ചുക, കരുതുക സതതം നാരായണായ നമഃ, അല്ലേ? എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മഹാന്മാര്. മരണം വരില്ലേ ഇനി? ചിന്തയില്ല, മരിക്കില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്തിരിക്കുക, എൻഷുർ ചെയ്തിരിക്കുക. ആ അന്ധവിശ്വാസം ഉറപ്പിച്ചു പോയി. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ദൈവം മരണം വരെ പിടിച്ചു നിർത്തുന്നുള്ള അന്ധവിശ്വാസമാണ്. നിങ്ങളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതാണ്, മക്കള് മരിക്കരുത്, പേരക്കുട്ടികൾ മരിക്കരുത്, അവര് മരിക്കരുത്, എല്ലാവരും എന്നും ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. സാക്ഷാൽ കൃഷ്ണന് പോലും പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ട് അഭിമന്യു മരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സാക്ഷാൽ ശ്രീരാമന് പറ്റിയിട്ടില്ല. ശ്രീരാമന്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സീതയെ കാട്ടിൽ വീണ്ടും കൊണ്ടുപോകേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിന് എന്താ സ്വന്തം ഭാര്യയെ കൂടെ നിർത്താനുള്ള കഴിവൊന്നുമില്ലേ? ദൈവല്ലേ? ഇതെന്താ നമ്മൾ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെയാണ് നമുക്ക് വിവേകം ഉണ്ടാവേണ്ടത്. അന്ധഭക്തിയല്ല നമുക്ക് വേണ്ടത്, അത് ശീലിച്ചു പോയി. ഞാൻ ഈ പറയുന്നൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിനെതിരാണ്. കാരണം നിങ്ങൾക്കിപ്പോ വേണ്ടത് എന്താണ്? ആർക്കും അസുഖം ഉണ്ടാവരുത്, എന്നും പെർമനന്റ് ആയിട്ട് നിൽക്കണം, ഞങ്ങളുടെ സ്വത്തിന്റെ അളവ് കൂടുക എന്നല്ലാതെ കുറയരുത്, മക്കൾക്ക് കൂടുതൽ സ്വർണം ഉണ്ടാവണം, മക്കൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവണം, എന്നിട്ട് അള്ളിപ്പിടിച്ച് കൈകേയിയെ പോലെ അവിടെ നിൽക്കണം. പക്ഷെ കൈകേയി മനസ്സിലാക്കിയില്ലേ ഒരു ഭരതൻ തിരിച്ചടിക്കുന്നുള്ളത്? മനസ്സിലായില്ലേ? ഈ തരത്തിലുള്ള ദുഷ്ടവിചാരവും സ്വാർത്ഥ വിചാരവും ഭൗതിക വിചാരവും ഇത് നടക്കില്ല. അതല്ല രാമായണം. രാമായണത്തെ ആ തലത്തിൽ നിങ്ങൾ കാണരുത്. അപ്പൊ ഞാൻ ഈ രാമായണം വായിച്ചാൽ എല്ലാം ദൈവം പിടിച്ചു നിർത്തുന്നു തോന്നരുത്. ഞാൻ രാമായണം വായിക്കുന്നത് ആത്മാരാമനിലേക്കുള്ള, ബ്രഹ്മതത്വത്തിലേക്കുള്ള, ബ്രഹ്മപദത്തിലേക്കുള്ള ഒരു യാത്രയാണ്. കാരണം ഈ ദേഹം ഞാൻ ഉപേക്ഷിക്കണം. അത് കാലനിയോഗമാണ്. മരണം എന്നത് സുനിശ്ചിതമാണ്. എന്നും എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല ഒന്നും. ഈ ബോധം ദൃഢമാക്കി വെക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ അനുഷ്ഠാനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. പ്രായമാകും തോറും കൂടുതൽ 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 അനുഷ്ഠാനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. ഈ ബോധം ആരിലുണ്ടോ അവര് രാമായണത്തിലൂടെ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? അല്ലാത്തവരൊക്കെ ഒരു മൂലയിലിരുന്ന് മുരടിച്ച് ചത്തുപോകും. നിങ്ങൾ ചത്തുപോകേണ്ടവരല്ല, നിങ്ങൾ സായുജ്യം അനുഭവിക്കേണ്ടവരാണ്, നിങ്ങൾ പൂർണ്ണതയിലെത്തേണ്ടവരാണ്. അപ്പൊ ഇപ്രകാരം ആ രാമായണത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉപാസിക്കുമ്പോൾ ഓരോ കഥയിലൂടെയും നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അസാധ്യമായി എന്നുള്ളതൊന്നില്ല. നിരന്തരം പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഏതിനും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നഷ്ടപ്പെട്ടു പോയത് നേടിയെടുക്കുക. അപ്പൊ സീതാദേവി നഷ്ടപ്പെട്ടു, രാവണന്റെ കസ്റ്റഡിയിൽപ്പെട്ടു. സീതാദേവി രാവണന്റെ കസ്റ്റഡിയിൽപ്പെട്ടു. ഇതൊരു ആവറേജ് ആൾക്കൊരു കഥയാണ്. ഒരു സാധകനായിട്ടുള്ള ഒരാൾക്ക്, അതായത് ആത്മീയമായി ഉയരണം എന്നൊരാൾക്ക് ഇതൊരു കഥയല്ല, ഇതൊരു വാസ്തവമാണ്. നിങ്ങൾ നോക്കൂ,
രാവണന് 10 തല എന്നതില്ല വാസ്തവത്തിൽ. രാവണനെ ദശഗ്രീവൻ എന്നാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പേര്. അത് പിന്നെ പറഞ്ഞ് അതിനെ ദശാനനൻ എന്നാക്കി, ദശമുഖൻ എന്നൊക്കെ ആക്കി. രാമായണം നിങ്ങൾ വാൽമീകി രാമായണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 10 തലയുള്ളത് എവിടെയില്ല. അതൊരു ആലങ്കാരികമായി 1-2 സ്ഥലത്ത് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ പേര് ദശഗ്രീവൻ എന്നാണ്. ദശഗ്രീവൻ എന്നുള്ള പേര് പണ്ടുള്ളതാണ്. ഹയഗ്രീവനുണ്ട്, സുഗ്രീവനുണ്ട്, ഈ പേരുകൾ പണ്ടുള്ളതാണ്. ഗ്രീവൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ്, സുന്ദരമായ കഴുത്തുള്ളവൻ എന്നാണ് പഴയ കാലത്തൊരർത്ഥം. അപ്പൊ ഇങ്ങനെ ദശഗ്രീവനാണ് ആര്? രാവണൻ. എന്നാ പിന്നെ എന്തിനാ ഈ 10 തലയുടെ കൺസെപ്റ്റ് പറഞ്ഞത്? ഈ 10 തല എന്നത് 10 ഇന്ദ്രിയങ്ങളാണെന്ന് അർത്ഥമെടുക്കണം. 10 ഇന്ദ്രിയ സുഖങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്നവരെയാണ് ദശമുഖൻ. ദശത്തിലേക്ക് മുഖം തിരിച്ചവനാണ് ദശമുഖൻ. അല്ലാതെ 10 തലയുള്ള ഒരാള് സീതയുടെ മുന്നിൽ, സീതയ്ക്ക് മനസ്സിലായില്ലേ വട്ടനാണ് ഈ മനുഷ്യൻ, ഇതെന്തോ ഒരു ഇങ്ങനെ 10 തല 5 പുറത്തും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഒരു ചിത്രം വെച്ചിരിക്കുകയാണ്. ആ ചിത്രം അതുപോലെ വിശ്വസിക്കുന്ന നിങ്ങൾ വിഡ്ഢികളല്ലേ? ഈ കഴുത്ത് എവിടെ പിടിച്ചു നിൽക്കുക? ഒരു കഴുത്തിന്റെ മുകളിൽ 10 നിൽക്കണമെങ്കിൽ ഇതെന്താ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചുവിട്ട്, അല്ല ഈ ഫെവിക്കോൾ വെച്ചുവിട്ടിച്ചിരിക്കുക? എങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. അതൊക്കെ ഒരു ആലങ്കാരികമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളടക്കം മനസ്സിലാവാതെ പോയി. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങള് ഭാര്യയും ഭർത്താവും അടുത്ത് നിന്നിട്ട് വർത്തമാനം പറയുകയാണ്. അപ്പൊ ഭർത്താവ് ഇങ്ങനെ വീട്ടിൽ ഓരോ കാര്യം വന്ന അതിഥിയോട് പറയുകയാണ്. അപ്പൊ അത് പറഞ്ഞ് കടന്ന് കയറി പറയുകയാണ് ഓരോ കാര്യങ്ങള്. അപ്പൊ ഭാര്യ ഭർത്താവിനെ കാലുകൊണ്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. അടുത്ത് നിൽക്കുന്ന ഭർത്താവിനെ കാലുകൊണ്ട് ചവിട്ടി. അതിനർത്ഥം എന്താണ്? ഭാര്യയ്ക്ക് എന്തോ കാലിന് അസുഖം ഉണ്ടെന്നാണോ? ഈ പോത്തായിരിക്കുന്ന ഭർത്താവിന് മനസ്സിലാവണ്ടേ, ഞാൻ അനാവശ്യമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ പറയാണ്, അതൊന്നും പറയരുത് എന്നുള്ള സൂചനയാണ് എൻ്റെ കാലിൽ ചവിട്ടിയത്. കാരണം വന്നിരിക്കുന്ന അതിഥിയുടെ മുന്നിൽ വെച്ചിട്ട് മിണ്ടരുതെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യം എന്താണ്? കാലിനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. അപ്പം ഭർത്താവ് ഭാര്യയ്ക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ട് പറയാണ്, നീ എന്താ എന്നെ കാലിൽ ചവിട്ടിയിരിക്കുന്നത്? നിനക്കെന്താ കണ്ണില്ലേ? എന്റെ കാലിനാണോ ചവിട്ടുക? അങ്ങനെയുള്ള ഒരു പോത്തിനോട് എന്താ പറയുക? ഇതാണ് ഇപ്പൊ ഹിന്ദുക്കളുടെ അവസ്ഥ. അപ്പൊ ദശമുഖൻ എന്ന് പറഞ്ഞപ്പോ നമ്മളെന്തായി? 10 തല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒന്ന് ആലോചിക്കൂ. അയാൾക്ക് ഒരു കട്ടില് മതി അയാൾക്ക് കിടക്കാൻ. അയാൾക്ക് ഏത് ബാത്റൂമിലാ പോകാൻ പറ്റുക? അയാൾക്ക് എങ്ങനെയാ കുളിക്കാൻ പറ്റുക? ജലദോഷം വന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഭാഗ്യം അയാൾക്ക് കോവിഡ് വരാഞ്ഞത്. ഈ തരത്തിലൊക്കെ ഉള്ള ഒരു പൊട്ട ചിത്രങ്ങൾ മനസ്സിൽ വെച്ചു. എന്നാൽ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം ദശമുഖൻ. അതൊന്നുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. ദശം 10 ഇന്ദ്രിയങ്ങളിൽ മുഖം അമർത്തി വെച്ചവൻ എന്ന് വെച്ചാൽ എന്താണ്? 10 ഇന്ദ്രിയങ്ങളിൽ മാത്രമാണ് ജീവിത സുഖമെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് ദശമുഖൻ. അപ്പൊ നമ്മളിലും ആരുണ്ട്? ഒരു ദശമുഖനുണ്ട്. കാരണം നമ്മളും 10 ഇന്ദ്രിയ സുഖങ്ങളാണ് സുഖമായി കൊണ്ടു നടക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളുടെ ആരോഗ്യമുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കണം ഇതൊക്കെയാണ് ജീവിതം എന്ന്. പക്ഷെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ നാളെ നമ്മുടെ കൂടെ അതേപോലെ ആരോഗ്യത്തോടെ നിൽക്കൂ എന്ന് പോലും നമുക്ക് അറിയില്ല, ഇല്ലേ? കുറെ കഴിഞ്ഞാൽ കാതിന്റെ ശക്തി കുറഞ്ഞു, കാഴ്ചയുടെ ശക്തി കുറഞ്ഞു, നാക്കിന്റെ രുചി കുറഞ്ഞു. അറ്റ്ലീസ്റ്റ് പ്രായമാകുമ്പോഴെങ്കിലും മനസ്സിലാവില്ലേ? ആദിശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് പോലെ വയസികതേ കഹ കാമവികാര ശുഷ്കേ നീരേ കഹ കാസാര ക്ഷീണേ വിത്തേ കഹ സംസാര ജ്ഞാതേ തത്തേ കഹ സംസാര ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പറയുന്നത് എന്താണ്? വയസ്സി ഗതേ, ഗതം, വയസ്സിലായി കഴിഞ്ഞാൽ കാമവികാരം എന്ത് കാമുണ്ടാവും? കാര്യം ഇന്ദ്രിയങ്ങളൊക്കെ ശോഷിച്ചുപോയി. ഇനി എന്ത് വികാരം മനസ്സിൽ കൊണ്ട് നടക്കാനാണ്? അതുപോലെ ക്ഷീണേ വിത്തേ കഹ പരിവാര, പണമൊന്നുമില്ല, ദരിദ്രനായിപ്പോയി. ആര് ബന്ധുക്കൾ കൂടെ ഉണ്ടാവും? എല്ലാവരും കുശലങ്ങളൊക്കെ പറയുന്നത് കയ്യിൽ വല്ലതും ഉള്ളപ്പോഴാണ്, സ്വത്തൊക്കെ ഉള്ളപ്പോഴാണ് മക്കൾ വരിക, ആണോ? ഒന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് 10 ദിവസം താമസിച്ചു നോക്കുക. ആര് നിങ്ങൾ അന്വേഷിക്കാൻ വരുന്നു? ഒരു പൈസയില്ലയോ വരായില്ലയോ ഒന്നുമില്ലെങ്കിൽ മനസ്സിലായില്ലേ? ആർക്ക് നമ്മളെ ആവശ്യമുണ്ട്? അപ്പം സമ്പത്തില്ലെങ്കിൽ പരിവാരങ്ങളില്ല,
ഇന്ദ്രിയങ്ങളുടെ ശക്തി പോയാൽ വികാരങ്ങളില്ല. അതുപോലെ തന്നെയാണ് നീര് വറ്റിയാൽ, കുളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കുളമായിട്ട് എങ്ങനെയാ നിൽക്കുക? അത് കൊള്ളല്ല. ആൾക്കാർ അതിലൂടെ, കുട്ടികൾ ഒരു പക്ഷേ പാടങ്ങളൊക്കെ നോക്കൂ, വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ കുട്ടികൾ അവിടെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എന്നാൽ ഈ പാടങ്ങളൊക്കെ അങ്ങോട്ട് വറ്റി ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കി, അല്ലെങ്കിൽ അവരുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആക്കി. ആണോ? അവർ കളിക്കാൻ ഇറങ്ങി. കാരണം അവർക്ക് ഇനി അതൊരു പാടല്ല, അത് അവർക്കൊരു മൈതാനമായി മാറി. കാരണം അവർക്ക് കളിക്കാനുള്ള സ്ഥലമായി. ഇതുപോലെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കണം. നമ്മളിൽ ഒരു ദശമുഖനുണ്ട്. എന്താ ദശമുഖൻ? 10 ഇന്ദ്രിയങ്ങളിലൂടെയാണ് സുഖമെന്ന ധാരണയിൽ, ഇപ്പോഴുള്ള സുഖങ്ങളൊക്കെ നാളെയും നിലനിൽക്കുമെന്ന ധാരണയിൽ ജീവിക്കുന്ന ആളെയാണ് ദശമുഖൻ. ആ ദശമുഖൻ സീതയെ അപഹരിച്ചു പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സീത എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ശ്രദ്ധ എന്നർത്ഥം. സീത ആരാണ്? ശ്രദ്ധയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോയി എന്ന് വെച്ചാൽ ശ്രദ്ധ ഏതിലേക്ക് പോയി? ഈ ഇന്ദ്രിയ സുഖങ്ങളാണ് സുഖമെന്ന ധാരണയിലേക്ക് ശ്രദ്ധ വിട്ടുപോയി. ഇനി ആ ശ്രദ്ധയെ തിരിച്ച് ആരിലേക്ക് കൊണ്ടുവരണം? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഈ ശ്രദ്ധയെ തിരിച്ച് ആരിലേക്ക് കൊണ്ടുവരണം? നിങ്ങക്ക് പിടികിട്ടിയില്ല, നിങ്ങക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. രാവണനിലേക്ക് തിരിഞ്ഞുപോയ ശ്രദ്ധ സീത, ഇനി ആ ശ്രദ്ധയെ തിരിച്ച് രാമനിലേക്ക് കൊണ്ടുവരും. ഏത് രാമനിലേക്ക്? അവിടെയാണ് ബ്രഹ്മതത്വം. രാമനെ പരമാത്മാ, പരമാനന്ദമൂർത്തി, ആ വാക്കുകളൊക്കെ ആദ്യമേ വായിച്ച് ഉറപ്പിക്കണം. നിങ്ങൾക്ക് ഈ ബാലകാണ്ഡം തുടങ്ങുന്നതിന് മുമ്പ് രാമനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതൊക്കെ ഉള്ളിൽ ഉറപ്പിക്കണം. അതായത് വാല് വായിക്കുമ്പോഴേക്കും തല മറന്നുപോയി, ബോധം വേണ്ടേ? ഇപ്പൊ രാമായണം വായിക്കുമ്പോൾ ആദ്യം തന്നെ രാമനെ പരിചയപ്പെടുത്തി തന്നത് മറക്കരുത്. രാമൻ പരമാത്മാ, പരമാനന്ദമൂർത്തി, പരബ്രഹ്മമാം നിശ്ചല വസ്തു സഖേ. രാമനാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നതു ജീവാത്മാ പറയും. ഈ രാമായണത്തിന്റെ ആദ്യ ഭാഗത്ത് ശിവപാർവതി കഥനമുണ്ട്. ആ ശിവൻ പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ രാമനാകുന്ന പരമാത്മാവിലേക്ക് സീതയാകുന്ന ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരുന്ന യുദ്ധമാണ് രാമരാവണ യുദ്ധം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ രാമായണം എവിടെ നടക്കുന്നത്? എവിടെയാണ് നടക്കേണ്ടത്? ഇത് നമ്മളിൽ തന്നെ നടക്കുന്നതാണ്. അത് ആലങ്കാരികമായി ഒരു കഥാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു അച്ഛനമ്മമാരോടല്ലേ കുട്ടികൾക്ക് ബഹുമാനം ഉണ്ടാവുക. അല്ലാതെ ഇത് പോത്തുപോലെ ഈ കഥയും വായിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് രാമന്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരാൾ ഇനി പോയത് വരില്ല. ഓരോ വ്യക്തികളും പുതിയ പുതിയ വ്യക്തികളായിട്ടാണ് വരുന്നത്. അപ്പൊ രാമൻ വരുമോ? കൃഷ്ണൻ ഇനി വരുമോ? വരില്ല, വരാൻ പറ്റില്ല. അപ്പൊ ഓരോ അവതാരങ്ങളും പുതിയ പുതിയ അവതാരങ്ങളായിട്ടേ വരുള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ എന്തിനാ രാമനെ വിളിക്കുന്നത്? അത് ഈ തത്വങ്ങളെ മനസ്സിലാക്കി എടുക്കാനായിരിക്കണം. അപ്പോഴാണ് അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കട്ടെ, നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്നലെ എത്തി നിൽക്കുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. അവിടെ സുഗ്രീവൻ രാജാവായി, ബാലി വധം കഴിഞ്ഞതിന് ശേഷം സുഗ്രീവൻ രാജാവായി. പിന്നീട് രാമൻ ലക്ഷ്മണനെ പറഞ്ഞയച്ചു. ആരാണ്? താര സ്വീകരിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. സുഗ്രീവനും കൂട്ടരും രാമന്റെ അടുത്തെത്തി. അങ്ങനെ രാമൻ അവിടെ വെച്ചിട്ട് തീരുമാനിച്ചു. അങ്ങനെ 4 ദിക്കിലേക്കും വാനരന്മാരെയൊക്കെ പറഞ്ഞയച്ചു. തെക്ക് ദിക്കിലേക്ക് അവര് രാമൻ, ജാമ്പവാൻ, അതുപോലെ തന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു യാത്ര പുറപ്പെടുകയാണ്. ശ്രീരാമന്റെ കൂടെയല്ല, ശ്രീരാമൻ എപ്പോഴും ഇതിൽ തന്നെയാണ്, വാനരന്മാരെ പറഞ്ഞയക്കുകയാണ്. അപ്പൊ തെക്കു ഭാഗത്തേക്ക് പോകുന്ന വാനരന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഹനുമാനെ വിളിച്ച് രാമൻ പറയും. ഹനുമാന്റെ ആ കഴിവ് മനസ്സിലാക്കിയ രാമൻ ഹനുമാന്റെ കയ്യിൽ തൻ്റെ അങ്കുലീയം ഏൽപ്പിച്ച് ഒരടയാള വാക്യവും പറഞ്ഞു കൊടുത്തിട്ട് പറയും, ഈ കാര്യത്തിൽ ഭവാൻ എനിക്ക് തോന്നുന്നു കാര്യം നടത്തി വരുന്നത്. ഭവാൻ അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. രാമൻ അത്ര ഉറപ്പായിരുന്നു ഈ കാര്യത്തിൽ കഴിവും പ്രാപ്തിയും ഉള്ള ഒരാളാണ് ഹനുമാനെന്ന്. നിങ്ങൾ നോക്കൂ, എത്രയോ വാനരന്മാരിൽ ഹനുമാനെ സ്വീകരിക്കാനുള്ള കാരണം ഹനുമാൻ എന്ന ഒരു കൊരങ്ങൻ എന്നൊരു ദൈവമായതുകൊണ്ടല്ല. അങ്ങനെയാണ് നമ്മൾ അർത്ഥമെടുക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ വഴിതെറ്റിപ്പോയത്. ഹനുമാൻ എന്ന വ്യക്തിയിലുള്ള കഴിവും സാമർഥ്യവും അദ്ദേഹത്തിന്റെ
യുക്തിയും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് രാമൻ ആർക്ക് അങ്കുലീയം കൊടുക്കുന്നത്? ഹനുമാന് അങ്കുലീയം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട സന്ദേശം ഇതാണ്. നമുക്ക് ഹിന്ദുക്കൾ അധപ്പതിച്ചു പോയത് എവിടെയാണ്? ഹനുമാന്റെ കഴുത്തിൽ പോയിട്ട് വടമാലിട്ടാൽ ഹനുമാൻ നമ്മളെ രക്ഷിക്കുന്നുള്ളത് അന്ധവിശ്വാസമാണ്. നേരെ മറിച്ച് ഇതൊക്കെ വേണം, പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെ അർത്ഥമെടുക്കണം. ഹനുമാൻ എന്നതിനർത്ഥം കുശാഗ്രബുദ്ധി, ഏകാഗ്രബുദ്ധി, കഴിവ്, സാമർത്ഥ്യം, ഇതൊക്കെ ഉള്ളവർക്കെന്നും സമൂഹത്തിൽ ആദരവും അംഗീകാരവും ബഹുമാനവും സ്ഥാനവും കിട്ടും. അപ്പൊ നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ വികസിപ്പിച്ചെടുത്താൽ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്ക് സ്ഥാനം ഉണ്ടാവുള്ളൂ. വലിയൊരു അധപ്പതനം നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വന്നത് വിദ്യാഭ്യാസം മാത്രമാണ് ശരി എന്നുള്ള ഒരു തെറ്റായ ലോകത്തിലേക്ക് നമ്മൾ പോയി. വിദ്യാഭ്യാസവും കഴിവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ്. കഴിവുകൾ വികസിക്കുന്നത് ഉപാസനയിലൂടെയാണ്. കഴിവുണ്ടാവണോ? നിങ്ങൾ രാവിലെ കുട്ടികൾ അമ്പലത്തിൽ വന്ന് കുറച്ചു നേരം ജപിക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഓങ്കാരം ജപിക്കട്ടെ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിവുണ്ടാവും എന്നുള്ളത്? ഇപ്പൊ കഴിവല്ല, ഇപ്പൊ ഉള്ളതൊക്കെ ചില പരിശീലനങ്ങളിലൂടെ കിട്ടുന്ന ചില എക്സ്പേർട്ടിസമാണ്. അത് കുറെ കഴിഞ്ഞാൽ മടുപ്പ് വരും. കഴിവ് ജന്മസിദ്ധമാണ്. ജന്മസിദ്ധമായ കഴിവ്, അതിന് ചില ഉപാസനകൾ ആവശ്യമാണ്. നിങ്ങൾ നോക്കൂ, TV ചാനലൊക്കെ കാണാം. ചില കുട്ടികൾ, ഇപ്പൊ ഗംഗ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, നല്ല വയലിനൊക്കെ വായിക്കുന്ന ഒരു കുട്ടി. ഇപ്പൊ ചെറുപ്പത്തിലെ ആ കുട്ടിയുടെ സംഗീത വാസന കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് അത് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചപ്പോൾ കൊച്ചുകുട്ടിയാണേ, ഇന്നിപ്പോ ആ കുട്ടിയുടെ സമ്പത്തും ഒക്കെ ആലോചിച്ച് നോക്കൂ. എന്തൊരു ആദരവാണ്! ആ കുട്ടിയുടെ കഴിവിനെയാണ് ലോകം ആദരിക്കുന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ എൻ്റെ പ്രോഗ്രാമിന് മുമ്പ് ആ കുട്ടിയുടെ പ്രോഗ്രാം ആയിരുന്നു. ആളുകൾക്ക് എന്തൊരു അഭിപ്രായമാണ് ആ പാരൻസിനെ കുറിച്ച്. ഇത്രയും ഒരു നല്ല പാരൻസ് എന്നുള്ളത്. ഇത് നമ്മുടെ തലമുറയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹിന്ദുക്കളൊന്ന് ആകെ മാറി വരണം. രാവിലെ എണീക്കണം, ക്ഷേത്രത്തിൽ പോകണം. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചു നേരം ഇരുന്ന് ജപിക്കുമ്പോൾ ജന്മസിദ്ധമായ കഴിവെന്താണെന്ന് ഉണർന്നുണർന്നു വരും. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ ഇവിടുന്ന് പാടുന്നു, ഭജന പാടുന്നു. അപ്പൊ ചിലപ്പം ഭജന പാടും, ചിലർ വിചാരിക്കും ഇതൊക്കെ ഞാനെന്തിനാണ്. ചിലപ്പോൾ അവർ പാടി 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 അവരായിരിക്കും പിന്നീട് വലിയ പാട്ടുകാരായിട്ട് മാറുന്നത്. കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഒരു സർഗവാസന, അവരുടെ ഉള്ളിലുള്ള ജന്മവാസന ഉണർന്നു വരും. മനസ്സിലായില്ലേ? അല്ലാതെ ഇതാരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. എത്രയോ ആളുകൾ കഴിവുള്ളവരാവുന്നത് അവർ കേട്ട് കേട്ട് ചൊല്ലി അവരുടെ ഉള്ളിലുള്ള വാസനകൾ ഉണർന്നു വരികയാണ്. അവർ സംഗീത ക്ലാസ്സിൽ പോയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം അങ്ങനെ സംഗീത ക്ലാസ്സിൽ പോയി സംഗീതം പഠിച്ച ആളല്ല. അദ്ദേഹം പഠിച്ചത് മൃദംഗമൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ പാടാനുള്ള ഒരു അഭിരുചി ജന്മസിദ്ധമായി കിട്ടിയോണ്ട് ആള് രക്ഷപ്പെട്ടു. ജാനകി അമ്മ, ജാനകിയുടെ ചരിത്രം അതാണ്. അവരൊന്നും സംഗീത ക്ലാസ്സിൽ പോയിട്ട് വലിയ വിദ്വാനായവരല്ല. ഇത് അച്ഛനമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു LKG UKG ക്ലാസ്സിലാവുന്ന കുട്ടികളെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് നാമം ജപിപ്പിക്കുന്ന സംസ്കാരം എന്ന് ഹിന്ദുക്കൾ ആരംഭിക്കുന്നു, അന്ന് ഹിന്ദുക്കൾ രക്ഷപ്പെടും. കാരണം നാമജപത്തിലൂടെ മാത്രമേ അന്തർലീനമായ കഴിവുകൾ ഉണരുകയുള്ളൂ. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഹനുമാൻ സ്വാമി അവസാനം രാമനോട് ആവശ്യപ്പെട്ടത്, നോക്കൂ, ഇത്രയും കഴിവ്. ഇനിയിപ്പോ നമ്മൾ സുന്ദരകാന്ഡത്തിൽ കാണാം ഹനുമാന്റെ കഴിവ് അത്ഭുതകരമാണ്. നമ്മൾ കേട്ട കഥയല്ല എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കഥ വായിക്കുന്നുണ്ടെങ്കിലും കഥയില്ലാത്തവരായിട്ടാണ് കഥ വായിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നമുക്ക് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ സുന്ദരകാന്ഡൊക്കെ വായിക്കുമ്പം ഹനുമാൻ സ്വാമിയോട് വലിയ ബഹുമാനാണ്. വെറുതെയല്ല അദ്ദേഹത്തിന് ബുദ്ധിമതാം വരിഷ്ഠം എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിനോട് സീതാന്വേഷണം എന്നാ പറഞ്ഞത്. അദ്ദേഹം വെറും സീതാന്വേഷണം മാത്രം നടത്തുകയല്ല, അദ്ദേഹം 5 കാര്യങ്ങൾ ചെയ്തിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം സീതാന്വേഷണം, സീതയെ കണ്ടെത്തലാണ്. രാമൻ തന്നിരിക്കുന്ന അങ്കുലിയെ മേൽപ്പിക്കലാണ്. അതാണ് എങ്കിലും അദ്ദേഹം അത് മാത്രമല്ല ചിന്തിക്കുന്നത്, എങ്ങനെ സീതയെ തിരിച്ചു കിട്ടും, അതിനെന്തൊക്കെയാണ് സാമധാന ഭേദദണ്ഡങ്ങൾ, ഇതിലേതുപയോഗിച്ചാലാണ് സീതയെ തിരിച്ചു കിട്ടുക. പിന്നെ ചിന്തിക്കേണ്ട ദണ്ഡമാണ് യുദ്ധം. സാമധാന ഭേദദണ്ഡം എന്നാണ് ഭാരതത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണം. ഒന്ന് കെഞ്ചി നോക്കുക, അല്ലെങ്കിൽ ഒന്ന് അപേക്ഷിച്ച് നോക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക. ഇനി ഇതിലൊന്നും വഴങ്ങുന്നില്ല, അവസാനം യുദ്ധത്തിലൂടെ തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ യുദ്ധത്തിലൂടെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ ചുറ്റുപാട് എങ്ങനെയാണ്, എങ്ങനെ ഇവരുടെ കൊട്ടാരത്തെ ഈ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റും, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് എത്തിച്ചേരുക, അതിനുള്ള പഴുതുകൾ എന്താണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ആൾ വരുന്നത്. എന്ന് മാത്രമല്ല, ഇവരുടെ പക്ഷത്ത് നമ്മുടെ പക്ഷത്തേക്ക് വരാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ
ഇവരുടെ ചാരന്മാരുടെ അവസ്ഥ എന്താണ്, ഇവരുടെ ആയുധബലം എന്താണ്, ഏത് ഭാഗത്താണ് ആക്രമിക്കേണ്ടത്, എന്തൊരു സ്റ്റഡി നടത്തിയിട്ടാണ് ആള് വന്നിരിക്കുന്നതെന്നറിയൂ. എല്ലാം പഠനവും നടത്തി. അതായത് ഇത്ര കുശാഗ്രബുദ്ധിയുള്ള ഒരു ആളെ കണ്ടെത്താൻ പ്രയാസമാണ്. എന്നിട്ട് തന്റെ ശക്തിയും പ്രകടിപ്പിച്ച് ലങ്കാദഹനമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അത് വെറുതെ ചെയ്തതല്ല, ആ രാവണനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. രാമപക്ഷത്തുള്ളവരുടെ ബലം ഇത്രയുമുണ്ട്, മനസ്സിലാക്കിക്കൊള്ളൂന്ന്. തോന്നിവാസം ചെയ്താൽ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളൂന്ന്. ഇത് ഹനുമാൻ സ്വാമി തൻ്റെ ഒരു ശൗര്യം കാണിച്ചതല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു അടയാളം കൊടുക്കലാണ്. ഇത്രയൊക്കെ ബുദ്ധിയും സാമർഥ്യവും കഴിവും ഉള്ള ഒരാളാണ് ആര്? ഹനുമാൻ. എന്നതുകൊണ്ടാണ് രാമൻ അങ്കുലീയം ആരേൽപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾക്കൊരു അങ്കുലീയം കിട്ടണമെങ്കിൽ, അതായത് സമൂഹം ഒരു ആദരവ് തരണമെങ്കിൽ നിങ്ങളിൽ എന്ത് വേണം? കഴിവും സാമർഥ്യവും ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഉണർത്തണമെങ്കിൽ എന്റെ ഉള്ളിൽ രാമൻ അവസാനം പറഞ്ഞ വരെന്താണ്? എവിടെ കുത്രാപി വസിച്ചീടിലും എൻ്റെ മനസ്സെപ്പോഴും രാമനെ സ്മരിക്കണം. രാമ ജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാവിപോ, മറ്റു വരം മമ വേണ്ട. ഇതാണ് ഹനുമാൻ സ്വാമി ചോദിച്ചത്. അപ്പൊ ഇതൊന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വെറും വിദ്യാഭ്യാസവും ട്യൂഷനും ഉള്ളത് കൊണ്ട് മാത്രം കഴിവുള്ളവരാവില്ല, കുറെ ബുദ്ധിയിൽ അറിവുള്ളവരാവും. അറിവുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ശ്രേഷ്ഠനാവില്ല. അറിവിനോടൊപ്പം എന്ത് വേണം? കഴിവുള്ളവരാവണം. അപ്പൊ തൻ്റെ കഴിവെന്താണ് അതറിയില്ല. നമുക്ക് കഴിവെന്താണെന്ന് അറിയില്ല. ഇന്ന് കണ്ടുപിടിക്കാനുള്ള വിദ്യാഭ്യാസമില്ല. ഉണ്ടോ? ഇന്ന് കണ്ടുപിടിക്കാനുള്ള വിദ്യാഭ്യാസമില്ല. അപ്പൊ ഈ കഴിവ് കണ്ടെത്താനുള്ള ഒരേ ഒരു വഴി ഉപാസനയാണ്. ആ ഉപാസനയിലൂടെ മാത്രമേ അവനവനിൽ ജന്മസിദ്ധമായ കഴിവുകളൊക്കെ ഉണർന്നു വരികയുള്ളൂ. നിങ്ങൾ നോക്കൂ, നിരന്തരം നിങ്ങൾ ജപിച്ചു നോക്കൂ, നിങ്ങൾക്ക് തന്നെ അത്ഭുതകരമായ കഴിവുകൾ. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് തന്നെ പലതും ഉള്ളിൽ റിവലേഷൻ വരും. അങ്ങനെ എത്രയോ എഴുതുന്ന ആൾക്കാരുണ്ട്. പ്രായമായിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, കാത്തേനി ടീച്ചർ. അവര് ജപിച്ച് 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 അവർക്കൊരു ഉള്ളറിവ് വന്നപ്പം 20ഓളം പുസ്തകങ്ങളാണ്, ആധ്യാത്മിക പുസ്തകങ്ങൾ അവര് പബ്ലിഷ് ചെയ്തത്. MT വാസുദേവൻ നായരുടെ ഓപ്പോളാണ് അവര്. 20ഓളം പുസ്തകം, അതിൽ 18 പുസ്തകം ഞാനാ റിലീസ് ചെയ്തത്. അപ്പൊ എനിക്ക് അത്രയും ഉറപ്പുണ്ട്. അപ്പൊ അവര് റിട്ടയർ ചെയ്തൊരു ടീച്ചറാണ്. അതൊക്കെ കഴിഞ്ഞ് അവര് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരുന്നില്ല, പെൻഷൻ വാങ്ങിച്ചിരുന്നില്ല. അവര് ജപിച്ച് 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 നോക്കുമ്പോൾ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ അറിവുണ്ട്. ഇതൊക്കെ അവര് പുസ്തക രൂപത്തിൽ എഴുതി 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 അങ്ങനെ ശീലിച്ചു നോക്കൂ. ഇതൊന്നും നമ്മൾ പറഞ്ഞല്ലോ ആർക്കും മനസ്സിലാവില്ല. കാരണം വെച്ചാൽ അന്ധത അത്ര ഉറച്ചുപോയി. തൊഴുതു പോവുക, പ്രാർത്ഥിക്കുക, ദൈവം നാളെയൊക്കെ നേരെയാക്കുന്നു വിശ്വസിക്കുക. ഇതിൽ പരം ഒരു മൂഢത്വം വേറെ ഉണ്ടോ? ഈ തൊഴുതുപോവലും പ്രാർത്ഥിക്കലും വിശ്വസിക്കലും അധപ്പതനമാണ്. അതിന് പകരം നമ്മൾ ജപിക്കുക, അത് മാറ്റിയെടുക്കണം. ജപിക്കുക ജപിക്കുക, ഇഷ്ടം മാതിരി ജപിച്ചുകൊണ്ടിരിക്കുക. ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ജപിക്കാനാണ്. ഇത് കുട്ടികളെയും പരിശീലിപ്പിക്കുക. അങ്ങനെ ശീലിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ അവരവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. ഹനുമാൻ സ്വാമിയിൽ ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശ്രീരാമസ്വാമി നേരെ തൻ്റെ അങ്കുലീയം ആരേൽപ്പിക്കുന്നത്? ഹനുമാൻ സ്വാമി ഏൽപ്പിക്കുന്നത്. പിന്നെ അവര് ഹനുമാൻ സ്വാമിയും കൂട്ടരൊക്കെ യാത്ര പോവുകയാണ്. ഞാൻ ആ കഥ വിസ്തരിക്കുന്നില്ല, കാരണം നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ട്. അങ്ങനെ അവർ പോകുന്നു. യാത്ര ചെയ്ത് തപ്പലോട് തപ്പി 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 അങ്ങനെ ക്ഷീണിച്ച പരവശരായി ഒരു ഗുഹയ്ക്കകത്ത് കയറി. ആ ഗുഹയിൽ ധാരാളം വെള്ളവും ഭക്ഷണമൊക്കെ കിട്ടി. അതൊക്കെ അവർ കുടിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു സ്ത്രീയെ കാണുന്നത്, സ്വയം പ്രഭ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവര് ചോദിക്കേണ്ട നിങ്ങൾ ആരാണെന്ന്. അപ്പൊ ഇവരോട് പറഞ്ഞു, സ്വയം പ്രഭ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ സീതാന്വേഷണത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പം സ്വയം പ്രഭ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് പണ്ട് ഇവിടെ ഇരിക്കാൻ എന്ന്. വാനരന്മാർ വരുന്നു, ഇക്കാര്യങ്ങൾ പറയുന്നു. അന്ന് ഞാൻ മുക്തയായി എന്ന് പറഞ്ഞ് സ്വയം പ്രഭ അവിടുന്ന് പുറത്തു പോകുന്നു. പിന്നെ അവിടെ കുറെ രംഗങ്ങള്, അവിടുത്തെ ഒരു സുഖജീവിതത്തിൽ കുരുങ്ങിയ അങ്കദനും കൂട്ടരും പറഞ്ഞു, ഇനി പുറത്തു പോകുന്നേക്കാളും നല്ല ഇവിടെ താമസിക്കാം. കാരണം സുഗ്രീവൻ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, തിരിച്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടിയില്ലേ കഴുത്തിന് മുകളിൽ തല ഞാൻ വെച്ചിരിക്കില്ല. അപ്പൊ പറഞ്ഞു, അല്ലെങ്കിലേ എൻ്റെ അച്ഛനെ കൊന്ന ക്രൂരനാണ്, എൻ്റെ അമ്മയെ പ്രാപിച്ച് ജീവിക്കുന്നവനാണ്, ഇനി അവൻ്റെ അടുത്ത് ഞാൻ ചെന്നാൽ എനിക്ക് തലയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്കദനൊരു ഗ്രൂപ്പിസം കളിക്കാൻ തുടങ്ങി. ഈ രാഷ്ട്രീയക്കാരെ പോലൊരു പരിപാടി ഒപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അങ്കദൻ ഇങ്ങനൊരു
കാര്യങ്ങൾ പറഞ്ഞപ്പം അവിടെ ചെന്ന് ഹനുമാൻ പറയാണ്, നോക്കൂ ഹനുമാൻ അവർ ഡീൽ ചെയ്യുന്നത് നോക്കണം. അങ്കദ, രാമൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മണകുമാരനേക്കാൾ എനിക്കിഷ്ടം നിന്നെയാണ്. അത്ര കരുതലാണ് രാമൻ നിന്നോട് കാണിക്കുന്നത്. രാമൻ നമ്മളെ ഒരു കാര്യത്തിന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. നീ എപ്പോഴും ഓർക്കണം, രാമന്റെ ആവനാഴിയിൽ ഒരു അസ്ത്രമുണ്ട്, അത് മറക്കണ്ട. അത് അച്ഛനെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കാനും ബുദ്ധിമുട്ടില്ല, അത് മറക്കണ്ട നീ. ഇതൊക്കെ കൂടെ പറഞ്ഞപ്പോഴേക്കും ഈ ആവനാഴി അസ്ത്രം എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾക്ക് ആവി വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരും അവിടുന്ന് അന്വേഷണം പുറപ്പെട്ട് അവർ തെക്ക് ദിക്കെതിരി മഹേന്ദ്രഗിരി വരെ എത്തി. അവിടെ എത്തിയപ്പോഴേക്കും കടലാണ്. ഇനി നോക്കത്താ ദൂരത്ത് കടല് കിടക്കുകയാണ്. ഈ കടൽ തീരത്തെത്തിയപ്പോഴാണ് അവരിങ്ങനെ സമയം കഴിയാറായി. അവർക്ക് അന്നൊന്നും വാച്ചും ക്ലോക്കും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവർക്ക് മനസ്സിലായി സീതാന്വേഷണം വഴിമുട്ടി. ഇനി കടലിൽ പോയിട്ട് തപ്പി നോക്കാൻ പറ്റില്ല. കരയിലാണെങ്കിൽ കുണ്ടിലോ കുഴിയിലോ മരത്തിലോ ഗുഹയിലോ ഒക്കെ തപ്പി നോക്കാം. കടലിന്റെ ഉള്ളിൽ പോയിട്ട് മുങ്ങി നോക്കിയിട്ട് ആരെ കിട്ടാൻ പോണു? അതുമല്ല, കടലിന്റെ ഉള്ളിൽ മുങ്ങിപ്പോയ ഒരാളെ മരിച്ചു പോയിട്ടുണ്ടാവില്ലേ? അതിനർത്ഥമില്ല. അവര് നിരാശരായി, ദുഃഖിതരായി, എല്ലാ തരത്തിലുള്ള ആശ വിട്ട് ഇനി എന്ത് ഗതി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ചിറകറ്റിരിക്കുന്ന സമ്പാദി എന്ന് പറയുന്ന ആ ഒരു കഴുകൻ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ കഴുക നോക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം കണ്ടമാനം കുരങ്ങന്മാര്, എനിക്കാണെങ്കിൽ പറക്കാൻ ചിറകുമില്ല. ദൈവം എനിക്ക് ഫ്രീ ആയിട്ട് കുറെ ഭക്ഷണം തന്നിരിക്കുക എന്നുള്ള വിചാരത്തിലാണ് സമ്പാദിയിരിക്കുന്നത്. അപ്പോ ഈ കുരങ്ങന്മാരില് ഇവര് പറയാണ്, അംഗദാദികൾ പറയാണ്, നോക്കൂ നമ്മളിപ്പോ ഈ പക്ഷിയുടെ ഇരകളായിട്ട് മാറാൻ പോവാണ്. ആ മരിക്കുന്ന സമയത്ത് ആ ജടായുവിന് കിട്ടിയ ഗതി പോലും നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും, ജടായു എന്ന വാക്ക് പറഞ്ഞപ്പോഴേക്കും സമ്പാദി പറഞ്ഞു, അയ്യോ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഈ ജടായു എന്റെ സഹോദരനാണ്, എനിക്ക് അവനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പം പിന്നെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. രാമൻ ഇങ്ങനെ കാട്ടിൽ വന്നു അച്ഛന്റെ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടി. അങ്ങനെ രാമൻ താമസിക്കുന്ന സമയത്ത് ധർമ്മിഷ്ഠനും നീതിമാനും സത്യസന്ധനൊക്കെ രാമൻ വളരെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാമാന്ധനായ ക്രൂരനായ ദുഷ്ടനായ രാവണൻ വന്ന് സീതയെ അപഹരിച്ചു പോയി. അത് തടുത്ത ജടായുവിന്റെ ചിറകുകളൊക്കെ വെട്ടി അവസാനം ജടായു ഭഗവാന്റെ പാദത്തിൽ തലവെച്ചുകൊണ്ട് സ്മൃതി അടഞ്ഞു. അയാൾക്ക് ഗതി കിട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ സമ്പാദി പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ സഹോദരനാണ്, ഞാൻ ഈ അവസ്ഥയിലെത്തിയ സഹോദരൻ കാരനാണ്. ഞങ്ങൾ രണ്ടുപേരും പണ്ട് പറക്കുന്ന സമയത്ത് സൂര്യകിരണം തട്ടി അവൻ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് അവന്റെ മേലേക്ക് ഞാൻ പറന്നപ്പോൾ എൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയി. ഞാൻ ഇവിടെ വന്ന് വീണപ്പോൾ ഈ മഹേന്ദ്രഗിരിയിൽ അന്ന് ജീവിച്ചിരുന്ന നിശാചരൻ എന്ന് പറയുന്ന ഒരു മഹർഷി വര്യൻ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ വാനരന്മാർ വരും, അങ്ങനെ അവര് കഥകളൊക്കെ പറയും, അതൊക്കെ കേട്ട് നീ ഒന്ന് അവര് നിന്നെ കടലിൽ കൊണ്ടുപോയി മുക്കും, അതോടുകൂടി നിന്റെ ചിറകുകളൊക്കെ തിരിച്ചു വരുന്നു പറഞ്ഞപ്പം എന്നെ ഒന്ന് കൊണ്ടുപോകുന്നാല് ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി തർപ്പണാദി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് കടലിൽ കൊണ്ട് മുക്കി കൊണ്ടുവന്നപ്പോഴേക്കും ചിറക് കിട്ടി. പിന്നെ പറന്നുയർന്നുകൊണ്ട് പിന്നെ അവിടെ വെച്ച് ലങ്കയിൽ അശോകവനയിൽ വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വാനരന്മാരെ അറിയിച്ചു. നോക്കൂ, ആദ്യത്തെ ഫസ്റ്റ് സീതയെ കാണുന്നത് ആരാണ്? സമ്പാദിയാണ് ആദ്യം കാണുന്നത്. അത്ര ദൂരേക്ക് നോക്കി കാണാനുള്ള ശക്തിയും കഴിവും ആർക്കുണ്ടായിരുന്നു? സമ്പാദിക്ക്. അപ്പൊ അന്നത്തെ ഏറ്റവും വലിയ CCTV ആയിരുന്നു ആര്? സമ്പാദി. സമ്പാദിയുടെ കണ്ണിലാണ് ആദ്യം സീത പതിഞ്ഞത്. ഈ കാര്യം വാനരന്മാരെ അറിയിച്ചു. അപ്പം ഫസ്റ്റ് ക്ലിയറായി, സീത ജീവിച്ചിരിപ്പുണ്ട്. സീതയുടെ ലൊക്കേഷൻ മനസ്സിലായി. കറണ്ട് ലൊക്കേഷൻ മാപ്പ് ഇല്ലാതെ മാത്രം ഇന്ന സ്ഥലത്ത് സീതയുണ്ട്, അതും കിട്ടി. ഇനിയിപ്പോ അടുത്ത പ്രോബ്ലം വന്നു. ഇതിപ്പോ അക്കരെയാണ് സീത. ഇനി ആദ്യം അക്കരയ്ക്ക് പോകണം. ആര് പോവും? ആര് ചാടും? അവര് വാനരന്മാരൊക്കെ ആകെ മൂഡ് ഓഫായി, ഒരു ഉത്തരം കിട്ടാതെ അവരങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ആർക്കും പോവാനുള്ളൊരു ധൈര്യമില്ല. കാര്യം ഇത്രയും നോക്കത്താ ദൂരത്ത് കിടക്കുന്ന 12 കിലോമീറ്റർ, 100 യോജന എന്ന് പറഞ്ഞാൽ 10-12 കിലോമീറ്ററോളം അങ്ങനെ എന്തോ ആണത്രേ. അത്രയും ദൂരം ചാടാനുള്ള കഴിവുള്ളവരാരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ജാമ്പവാന് വലിയ സങ്കടമായി. ജാമ്പവാൻ വാനരന്മാരുടെ ഇടയിൽ ചോദിച്ചു, ആരും ചാടാനില്ലേ എന്നുള്ളത്. എന്താണ് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ദുഃഖിതരായിട്ടിരിക്കുന്നത്? അപ്പം അങ്കദനോട് ചോദിച്ചു, അങ്കദ നീ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്കദൻ പറഞ്ഞു, അല്ല അവിടുന്നോ?
അപ്പം ജാമ്പവൻ പറഞ്ഞു, ഞാൻ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 7 കടലൊക്കെ ചാടുമായിരുന്നു. ഇപ്പോഴും പ്രായമായില്ലേ, ഇപ്പോഴൊന്നും എനിക്ക് പണ്ടത്തെ പോലെയൊന്നും ചാടാൻ പറ്റില്ല. നീ ചില കാരണവന്മാര് പറയുന്ന പോലെ പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയിരുന്നു, ഇപ്പോഴാണെങ്കിൽ നട്ടല് പൊക്കാൻ പോലും വയ്യാത്ത കണക്ക്. അങ്ങനെയൊക്കെയുള്ള വീമ്പ് പറയുന്ന കാരണവന്മാരെ പോലെയാണ് ആര് പറയുന്നത്, ജാമ്പവാന്റെ വലിയ വർത്തമാനമൊക്കെ. അപ്പൊ ജാമ്പവാൻ ഇതൊക്കെ പറഞ്ഞപ്പോ അങ്കദനോട് ചോദിച്ചു, നിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്കദൻ പറഞ്ഞു, ഞാൻ ഒരു പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ചാടിയെന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റുണ്ടാവില്ല. അപ്പൊ അങ്ങോട്ട് പോവാനേ ആർക്കുള്ളൂ കഴിവ്, അങ്കദന്. പിന്നെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അപ്പൊ ഒരാള് പറഞ്ഞു 50 യോജന ഒപ്പിക്കാം, 20 യോജന, 30 യോജന, അങ്ങനെ ഓരോരുത്തരും കണക്കുകൾ പറഞ്ഞപ്പം അതില് തമാശയായിട്ട് പറയും, ഒരുത്തൻ പറഞ്ഞു എന്റെ കൂടെ ഒരാളും കൂടി ചാടിക്കോട്ടെ എന്ന്. അതെന്താണ്, ഞാൻ എങ്ങാനും വെള്ളത്തിൽ വീണ എന്നെ കൊണ്ടുവരാലോ എന്ന് തമാശയായിട്ട് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഒരുത്തനും ചാടാനുള്ള കഴിവുള്ള, പ്രാപ്തിയുള്ള, ത്രാണിയുള്ള ഒരുത്തനുമില്ല. അപ്പൊ ഇതിലൊന്നും ചർച്ചയിൽ പങ്കെടുക്കാതെ വളരെ ഒരു വിഷാദ രൂപത്തിൽ ഇരിക്കുകയായിരുന്നു ആര്, ഹനുമാൻ. ആ ഹനുമാനെ പുറത്തു തട്ടി ഹനുമാന്റെ ശക്തി ഓർമ്മിപ്പിക്കുകയാണ് ജാമ്പവാൻ. അപ്പൊ അവിടെ പറയുന്ന വരികള്, തും വായുപുത്രനാണ്, വായുവിന്റെ ഗതിയിൽ പറക്കാൻ പറ്റുന്ന ആളാണ്, നീ വലിയ കഴിവുള്ളവൻ, പണ്ട് കുട്ടിക്കാലത്ത് നീ സൂര്യനെ പഴമായി കണ്ട് 300 യോജന ചാടിയ ആളാണ്. അത്രയും ഉയരത്തിൽ നിനക്ക് ചാടാൻ പറ്റുമെങ്കിൽ ഈ 100 യോജന വലിപ്പമുള്ള കടല് നിസ്സാരല്ലേ നിന്റെ മുന്നിൽ. അപ്പോ എത്രയോ വലിയ കാര്യം ചെയ്യാനുള്ള ശക്തിയും സാമർഥ്യവും കഴിവും തന്നിലുണ്ടെന്ന കാര്യം ജാമ്പവാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, നിന്നിൽ ഈ കഴിവുണ്ട് എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് രാമൻ നിന്റെ കയ്യിൽ അങ്കുലീയവും അടയാളവാക്യവും ഏൽപ്പിച്ചു, വേറെ ആരുടെ കയ്യിലും കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നീ ഇതിന് നിയുക്തനാണ്, നിനക്ക് ഈ കാര്യം സാധിക്കാൻ സാധിക്കല്ലോ. എനിക്ക് തോന്നുന്നു ഈ രാമായണം വായിക്കുമുണ്ടല്ലോ, ഒരു ഏറ്റവും നല്ലൊരു കൗൺസിലിംഗ് ആണ് ഇവിടെ ജാമ്പവാൻ ഹനുമാൻ സ്വാമിക്ക് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ കഥകളായി കാണാതെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ജീവിതമായി കാണാൻ സാധിച്ചാൽ, പലപ്പോഴും പല കുട്ടികളും നന്നാവാത്തതിന്റെ കാരണം അവർക്ക് ജാമ്പവാനെ പോലെ തോളിൽ തട്ടാൻ ഒരാളില്ലാതെ പോയി. അതിനു പകരം കുറ്റവും പറയുന്ന, അവരെ വിമർശിക്കുന്ന, അവരെ പരിഹസിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. ഇന്നലെയൊക്കെയാണ്, മിനിയാന്നൊക്കെയാണ് പാർലമെന്റിൽ ഈ കുട്ടികളുടെ നീറ്റ് എക്സാമിനേഷൻ പേപ്പറിന് വേണ്ടിയിട്ട് ബില്ല് പാസ്സാക്കുന്നത്. അതില് ഇന്ത്യയിലെ പ്രിയങ്ക ഗാന്ധി വയനാട് MP പങ്കെടുത്തുകൊണ്ട് അവരൊരു കമന്റ് പറഞ്ഞത് വളരെ മോശം കമന്റ് ആയിരുന്നു. അതായത് ഗവൺമെന്റ് കുറെ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മീൻസ് പീപ്പിൾ, കുറച്ച് ആളുകളെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവാതിരിക്കാൻ അതിനു വേണ്ടി എന്തൊക്കെയാണ് കരുതലെടുക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിലൊരാള് IIT ചെന്നൈയിലെ ഇപ്പോഴത്തെ ഡയറക്ടറാണ്. അപ്പം കാമക്കൂടി അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പണ്ട് ഗോമൂത്രത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അത് വെച്ചുകൊണ്ട് ഈ ഗോമൂത്രം ഒക്കെ എന്താണ്, അതിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി സർക്കാർ വെച്ചിരിക്കുന്നതെന്നൊരു കമന്റ് പ്രിയങ്ക, അതിപ്പം ഭയങ്കര ഒരു ഡിസ്കഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പ്രിയങ്ക ഒരിക്കലും അങ്ങനെ ഭാരതത്തിന്റെ ഒരു IIT-യിലുള്ള പ്രൊഫസർ, അയാളുടെ ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അത്ര കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാളാണ് ഭാരതത്തിന് വേണ്ടിയിട്ട്. ഈ തരം മഹാന്മാരെയാണ് ഇവർ അവഹേളിക്കുന്നത്. അപ്പൊ നോക്ക്, എന്ത് ഇതിനെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ വികൃത രാഷ്ട്രീയത്തെ. അത് നമ്മുടെ ഇന്ത്യയുടെ ശാപമായി പോയി. തട്ടി ഉണർത്തുന്നതിന് പകരം ഒരാളെ എങ്ങനെ അപകർഷതാബോധത്തിലേക്ക്, സർക്കാസ്റ്റിക്കായിട്ട് ഒരാളെ താഴ്ത്തിയിടാൻ പറ്റുമെന്നാണ് പലരും നോക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ഭാരതത്തിന്റെ ഒരു ശാപമാണ്. അത് ഹിന്ദുക്കൾ അതിന് കൂട്ടുനിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു രാജ്യം നന്നാവണമെങ്കിൽ അതിന് നല്ല കാര്യങ്ങളെ നമ്മൾ ഉയർത്താൻ നമുക്ക് കൂട്ടായിട്ട് നിൽക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ നോക്കൂ, മുസ്ലിം സമുദായത്തെ കണ്ട് ഈ കാര്യത്തിൽ പഠിക്കണം. അവരുടെ മതത്തെ ആരെങ്കിലും ഒന്ന് തോണ്ടിയാൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ അറിയില്ല, ഒരു BJP-യുടെ നേതാവ് മുഹമ്മദ് നബിയെ ഒന്ന് വിമർശിച്ചു. ഉള്ളതാണ് അവർ പറഞ്ഞത്. മുഹമ്മദ് നബി പ്രായപൂർത്തിയാവാത്ത 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഇത് അവർ പറഞ്ഞത് വലിയ വൈറലായി. പല രാജ്യങ്ങളിൽ നിന്നും അവരെ ഭീഷണിപ്പെടുത്തി.
പല രാജ്യങ്ങളും അതിൽ ഇടപെട്ടു. ഇല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. നൂബർ ശർമ്മ, ഞാൻ ആ പേര് പറയാതിരിക്കായിരുന്നു. അവരെ എന്തൊക്കെയായിരുന്നു ഇവിടെ വിഷയങ്ങൾ. ഇറാൻ ഇടപെട്ടു ആ കാര്യത്തിൽ, ഖത്തർ ഇടപെട്ടു. നിങ്ങൾ മാപ്പ് പറയണമെന്നൊക്കെയാ ഖത്തറിലെ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത്. ആലോചിച്ചു അവരുടെ മതത്തിന്റെ ഒരു അവസ്ഥ. എന്നാൽ ഇവിടെ ചവിട്ടി തേച്ചാലും ഒരു ഹിന്ദുവും ജന്തുവും മിണ്ടില്ല. നോക്കൂ നിങ്ങൾ, അതാണ് ഹിന്ദുവിന്റെ അവസ്ഥ. രാമായണത്തെ പരിഹാസത്തോടുകൂടി ഇപ്പൊ നാളെ പാർലമെന്റിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞാലും കൂടെയുള്ള ജന്തുക്കൾ കൂട്ടു നിൽക്കുന്നതിന്. ഞാൻ രാഹുൽ ഗാന്ധി കുറ്റം പറയല്ല. പലപ്പോഴും ഹിന്ദു സംസ്കൃതിയെ, കാരണം ഗോമൂത്രം എന്നവര് വാക്കുപയോഗിച്ചത് വാസ്തവത്തിൽ ഗോമൂത്രത്തെ പറയല്ല, ഹിന്ദുക്കളെ മൊത്തം അവഹേളിക്കാനാണ്. ഹിന്ദുക്കളാണ് ഈ ഗോമൂത്രം. കാരണം നമുക്ക് ഗോമൂത്രം പവിത്രാണ്. ഈ കോൺഗ്രസിന്റെ കൂടെ നടക്കുന്ന ജന്തുക്കൾ മനസ്സിലാവണ്ടേ, അവനും ഈ ഗോമൂത്രം എന്നത് മാറാൻ പറ്റില്ല. ക്ഷേത്രത്തിൽ ശുദ്ധീകരണത്തിന് ഗോമൂത്രം വേണം. പഞ്ചഗവ്യത്തിന്റെ ഒരു സാധനം ഗോമൂത്രമാണ്. എന്നിട്ട് ആ പരിഹാസത്തിന് കൂടെ നിൽക്കാൻ പറ്റുമോ? അതിന് ഭാരതത്തിന്റെ സംസ്കൃതിയാണ് ഗോമൂത്രം. ഭാരതത്തിന്റെ സംസ്കൃതിയാണ് ചാണകം. അത് സംസ്കാരമാണ്, അല്ല ചാണകം എന്നുള്ളതല്ല. കാരണം ഭസ്മം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഭസ്മം തൊടരുത്. എന്നാൽ ഈ കൂടെയുള്ള കഴുതകളും ഭസ്മം പോയി തൊടും ചെയ്യും. ഒരു വശത്ത് ചാണകം അവഹേളിക്കുകയും മറുവശത്ത് പോയി ചാണകം തൊടും ചെയ്യും. ഒരു വശത്ത് ഗോമൂത്രം അവഹേളിക്കുകയും വേറെ വശത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് പഞ്ചഗവ്യം നാണമില്ലാതെ വാങ്ങിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ഈ ഹിന്ദുക്കളായിട്ടുള്ള കുറെ കോൺഗ്രസ്സുകാർ. അപ്പൊ എതിർക്കേണ്ടതിനെ എതിർക്കണം. സംസ്കൃതിയെ അവഹേളിക്കാൻ പാടില്ല. മനസ്സിലാവുണ്ടല്ലോ? അത് ഹിന്ദു മതത്തിലാണ് കൂടുതൽ. കാരണം കഴുതകളുടെ മതമായി ഹിന്ദുക്കൾ. ഒരു വിമർശനവും ഇല്ല, ഒന്നും പ്രതികരിക്കില്ല, ഒരു ചുക്കും അറിയില്ല. കഴുതകളെ പോലെ ഭാരം ചുമക്കുക. ഇത് ഞാൻ പറഞ്ഞ വരികളല്ല, പൂന്താനത്തിന്റെ വരികളാണ്. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും ഗർദ്ധമം. അതുപോലെയായിപ്പോ ഹിന്ദുക്കൾ. കുറെ രാമായണമാകുന്ന ചുമന്ന് നടക്കുകയാണ്. എന്തിനാണ് രാമായണം വായിക്കുന്നത്? എന്താണ് ഇതുകൊണ്ട്? എൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കലാണ്, എൻ്റെ ധർമ്മത്തെ ഉയർത്തലാണ്. അതിന് തട്ടി ഉയർത്തലാണ് എൻ്റെ ജോലി. ജാമ്പവാന്റെ ജോലിയാണ് നമുക്ക് തലമുറകളിൽ തട്ടി ഉയർത്തണം. അപ്പൊ ഈ തട്ടി ഉണർത്തണമെങ്കിൽ അതിന് കുറച്ചൊരു വിവരം വേണ്ടേ നമുക്ക്? അതല്ലേ ഇല്ലാതെ പോയത്. അതുകൊണ്ട് എന്താണ് നാട്ടിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ സമൂഹം പഠിക്കേണ്ടത്, എങ്ങോട്ടാണ് സമൂഹത്തെ നയിക്കേണ്ടതെന്ന് ഓരോ അച്ഛനമ്മമാർക്കും കാര്യവിവരം ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുമതം എവിടെ എത്തുമായിരുന്നു? ഈ ചാണകവും അതുപോലെ തന്നെ ഗോമൂത്രം എന്നുള്ള വാക്കുപയോഗിക്കില്ലായിരുന്നു. പ്രിയങ്ക ഗാന്ധിയെ വാക്കുപയോഗിക്കില്ലായിരുന്നു. കാരണം അത് മനസ്സിലാകുമായിരുന്നു, അത് ഹിന്ദു സമൂഹത്തിന്റെ സംസ്കൃതിയുടെ ഒരു വാക്കാണ്. ക്ഷേത്രങ്ങളിൽ അവർ ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് പുണ്യാഹമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഗോമൂത്രമായിരുന്നു. ഗോമൂത്രത്തെ കൊണ്ട് തളിച്ച് പ്രത്യേക കൃഷ്ണന്റെ കഥ മുഴുവൻ ഗോമൂത്രവുമായി ബന്ധപ്പെട്ടതാണ്. കൃഷ്ണന് ഓരോ രാക്ഷസന്മാര് വന്ന് ഉപദ്രവിക്കുമ്പോഴും പൂതന വരുമ്പോഴും അവര് വരുമ്പോഴും അമ്മ ഗോമൂത്രം പായിത്വം, അങ്ങനെ ഭാഗവതത്തിലെ വരികളാണ്. ഗോമൂത്രം കുടിപ്പിച്ചു എന്നാണ്. പിന്നെ ഗോമൂത്രത്തിൽ സ്നാപയിത്വ ഭാഗവതത്തിലെ വരികളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഭാരതത്തിന്റെ സംസ്കൃതി. മനസ്സിലാവുണ്ടല്ലോ? അറ്റ്ലീസ്റ്റ് ആ വാക്ക് കേൾക്കുമ്പോൾ പഞ്ചഗവ്യം എന്നുള്ളൊരു സാധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ പഞ്ചഗവ്യം ക്ഷേത്രത്തിലെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ ഒരു ഗോമൂത്രം എന്നുള്ള വാക്ക് പറയുമ്പോൾ ഒരു സംസ്കാരത്തെയാണ്, അല്ല മൂത്രത്തെ അല്ല പറയുന്നത്, ഒരു സംസ്കൃതിയാണ് വേദനിപ്പിക്കുന്നത്. ഇത് എത്ര ഹിന്ദുക്കൾക്ക് ബോധമുണ്ട്? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ അവരുടെ നേതാക്കന്മാർക്ക്? കൂടെയുള്ള ജന്തുക്കള് അവർ ഹിന്ദു നാമധേയധാരികളായിട്ട് ജന്തുക്കളായി മാറരുത്. പറഞ്ഞു കൊടുക്കണം. ഒരു സംസ്കാരത്തെയും അനാവശ്യമായി വേദനിപ്പിക്കരുത്. അല്ലെ വേണ്ടേ? വേണോ വേണ്ടയോ? എന്താ നമ്മൾ ഹിന്ദുക്കൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്? ഇതൊക്കെയാണ് നമ്മൾ രാമായണത്തിലൂടെ പഠിക്കേണ്ടത്. ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ, അതിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഓരോ ഹിന്ദുവും ഒന്ന് ഉണർന്നാലല്ലോ. നിങ്ങൾ സ്വയം ജാമ്പവാനായി നിങ്ങൾ സ്വയം നിങ്ങളിലെ ഹനുമാനെ തട്ടി ഉണർത്തണം. നിങ്ങൾ തന്നെ പറയണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. ഈ വായ കെട്ടി ജീവിക്കുന്നിടത്തോളം കാലം മേൽക്കേറാൻ തുടങ്ങും ഇവര്. മനസ്സിലാവുണ്ടല്ലോ? എനിക്ക് ഇക്കാര്യത്തിൽ മുസ്ലിങ്ങളോട് ബഹുമാനാണ്. കാര്യം അവര് മദ്രസയിൽ പോയി പഠിക്കുന്നതിൽ അവർ പ്രതികരിക്കാൻ പഠിക്കുന്നുണ്ട്. അത് തെറ്റായ രീതിയിലാണെന്നുള്ള വേറെ കാര്യം. എന്നാലും അവരിൽ ആ പ്രതികരണ ശേഷിയുള്ളത് കൊണ്ട് അമിതമായി അവരുടെ മതത്തിന്റെ മുകളിൽ കുതിര കയറാൻ ഒരുത്തനും തയ്യാറാവില്ല. എന്തുകൊണ്ട്? ഹിന്ദുക്കൾക്ക് വിവരമില്ല. ഒന്നാമത് വിവരമില്ലാത്ത അച്ഛനും അമ്മയും കിട്ടി. ഇനി പിന്നെ ഇതിലെന്താ വേണ്ടത്? ഇതിലപ്പുറം വേറെ എന്തെങ്കിലും വേണോ? അപ്പം അച്ഛനും അമ്മയ്ക്കും വിവരമില്ലാത്തതുകൊണ്ട് മക്കൾക്ക് ഇതൊന്നും പറഞ്ഞും കൊടുത്തില്ല. ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കുറച്ച് നാമം ചെല്ലിക്കണം. നോക്കൂ നിങ്ങൾ, ഈ ക്ഷേത്രങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. എവിടെ കുട്ടികൾ എവിടെ വരാത്തത്? പണ്ട് കാലത്ത് പഴയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലത്ത് എണീറ്റ് എല്ലാവരും കുളത്തിൽ കുളിച്ച് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്ക്.
അമ്പലക്കുളങ്ങളിലോ അല്ലെങ്കിൽ പുഴകളിലോ കുഴിച്ച് രാവിലെ അമ്മമാര് ഈറനൊടുത്ത് മാറിലൊരു ഇതാണ് മുണ്ടും പുതച്ചുകൊണ്ട് കുട്ടികളും അവരെ കൂടെ ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ചെറുപ്പകാലത്തിൽ തന്നെ വീട്ടിൽ കുളത്തിൽ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയ ഒരു ചരിത്രവും സംസ്കാരവും ഉള്ളവരാണ് നമ്മൾ. ഇതില്ലാത്തതല്ല പറയുന്നത്, ആണോ? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പോയിട്ടുണ്ട്, എനിക്കത് അനുഭവം കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണത്. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടികളെ കൊണ്ടുപോയി നാമം ജപിപ്പിക്കുന്ന സംസ്കാരം വിട്ട് രാവിലെ തന്നെ ട്യൂഷൻ പറഞ്ഞയക്കുന്ന തിരക്കിലെ അച്ഛനമ്മമാര് എങ്ങനെയാ കുട്ടിക്ക് പ്രതികരിക്കുന്ന ശേഷി ഉണ്ടാവും? അതിനെന്ത് ഗോമൂത്രം? അത് വിചാരിക്കുന്നത് ഗോമൂത്രം എന്ന് പറഞ്ഞാൽ BJP അവഹേളിക്കുക എന്നുള്ളതാണ്. അതിന്റെ വിചാരം ഗോമൂത്രം എന്ന് പറഞ്ഞാൽ RSSനെ കളിയാക്കുക എന്നുള്ളതാണ്. ഇത് RSSനെ അല്ല, അവനവന്റെ സംസ്കൃതിയാണ്. നിങ്ങൾ കൃഷ്ണ സംസ്കൃതിയാണ് എതിർക്കുന്നത്, നിങ്ങൾ ഭാരതത്തിന്റെ ഋഷി സംസ്കൃതിയാണ്. ഗോമൂത്രം കൊണ്ട് ഇവിടെ അമ്പലത്തിൽ എന്താണ് പഞ്ചഗവ്യം ഉണ്ടാക്കുക എന്നുള്ള BJP എഴുതി വെച്ചതല്ല, RSS എഴുതി വെച്ചതല്ല, ആണോ? RSSും BJP എന്നൊക്കെ പറഞ്ഞാൽ 100 വർഷത്തിന്റെ ചരിത്രമേ ഉള്ളൂ. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ 76 വർഷമായിട്ടുള്ളൂ. അതിനേക്കാൾ ഒരു 25 വർഷം മുമ്പതാണ് BJP RSS, അല്ലെങ്കിൽ ഒരു 10-20 ആ വർഷത്തിന് ശേഷം. BJP പിന്നീടായിരിക്കാം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ അമ്പലങ്ങളിൽ പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ള BJP എഴുതി വെച്ചാണോ? BJP എഴുതി വെച്ചാണോ? ഇതൊന്നും ഇടാത്ത നിങ്ങള് ആണോ? അവരെഴുതി വെച്ചതാണോ? RSS എഴുതി വെച്ചാണോ? അല്ല. അതിനു മുമ്പുണ്ടോ അത്? ഒരു 1000-2000 വർഷം പഴക്കമുള്ളൊരു സംസ്കാരമാണോ അത്? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു വേണ്ടേ? ആ സംസ്കൃതിയിൽപ്പെട്ട ഒരു ഗോമൂത്രത്തെ അവഹേളിക്കുമ്പോൾ അത് ഹിന്ദു സമാജത്തിന്റെ സംസ്കാരത്തെയാണ് അവഹേളിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്കുള്ളിൽ തട്ടാത്തത്? കാരണം ഇത് BJPയുടേതായിട്ട് മാറ്റിയവര്. അത്ര അതപ്പതിച്ചു പോയി നമ്മൾ ഹിന്ദുക്കളെ. സങ്കുചിത്വത്തിലേക്ക് വീണു. വിശാലതയില്ല. അത് ഞാനും നിങ്ങൾ ഉണ്ടാക്കിയ അപകടമാണ്. കാരണം കുട്ടികൾക്ക് ഈ സംസ്കാരം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ ഈ തൊഴുതുപോകൽ പ്രസ്ഥാനത്തിൽ പെട്ടുപോയി. ഒരു വൈകുന്നേരം വരെ ഒന്ന് തൊഴുക, അവിടെ പായസം കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിച്ചു പോവുക. കുട്ടികൾ അപ്പുറത്തിരുന്ന് മൊബൈലും തോണ്ട്. എന്നാൽ ആ അമ്പലത്തിൽ കുറച്ചു നേരം ഇരുന്ന് ജപിക്കണം, ഒരു 108 തവണ നാമം ജപിക്കണം. ഏത് അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കണം? ഈ ഒരു അധപ്പതനം നമുക്ക് മാറ്റണം. നമ്മളിൽ ഒരു ജാംബവാൻ ഉണരണം. നമ്മളിലുള്ള ഒരു ഹനുമാനെ നമ്മൾ തട്ടി ഉണർത്തണം. ജാംബവാൻ ആരാണ്? മറന്നുപോയ കഴിവും ശക്തിയും ബോധവും തട്ടി ഉണർത്തിയ ആളാണ് ആര്? ജാംബവാൻ. ഇതുപോലെ നമ്മുടെ ജോലിയാണ് നമ്മുടെ കുട്ടികളിലുള്ള കഴിവും ശക്തിയും ബോധവും തട്ടി ഉണർത്തൽ. ഇത് ഉണർത്താൻ സാധിക്കുന്ന രക്ഷിതാക്കൾ സുകൃതികളാണ്. ഇത് ഉണർത്താൻ സാധിക്കുന്നവര് ഭാഗ്യം ചെയ്തവരാണ്. ജാംബവാൻ എന്തുകൊണ്ടാണ് ഏറെ ആദരണീയനായിരിക്കുന്നത്? ജാംബവാൻ ഇത്തരത്തിലുള്ള അറിവും ജാംബവാൻ ഇത്തരത്തിലുള്ള തട്ടി ഉണർത്തലും കഴിവുള്ള ഒരാളായിരുന്നു. ജാംബവാൻ ഒരു പ്രായമായ വൃദ്ധനായിട്ട് നിൽക്കുന്ന ഒരാളല്ല. ജാംബവാൻ ഇനി വരും യുദ്ധ സമയത്ത്. രാമനും ലക്ഷ്മണനുമൊക്കെ മരിച്ചതിന് തുല്യമായി അബോധാവസ്ഥയിൽ കിടക്കുമ്പം വീണ്ടും ഹനുമാനെ തട്ടി ഉണർത്തിക്കൊണ്ട് ഹിമാലയ സാനുക്കളിലേക്ക് അവിടെ പറഞ്ഞയച്ച മരുന്നുകൾ വരുത്തുന്നതും ആരാണ്? ജാംബവാനാണ്. ഈ അറിവുകളൊക്കെ ഉള്ള ആളായിരുന്നു ജാംബവാൻ. എന്ന് മാത്രമല്ല, അറിവിനെ വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ, അതിന് വേണ്ട ആളെ നിയോഗിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ജാംബവാനുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഓരോ രക്ഷിതാക്കളും ജാംബവാനാവണം. പ്രായമാകും തോറും ഞാനൊരു ജാംബവാനാവണം. അല്ലെങ്കിൽ മക്കളായാൽ മക്കളുടെ മുന്നിൽ ഞാനൊരു ജാംബവാനാവണം. ജാംബവാൻ എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ വിചാരം എന്താ പറയാ? കണ്ണിൽ പീളയെന്ന് അറിഞ്ഞുള്ള ഒരു കളവൻ കുരങ്ങെന്നാണ്, അല്ലെങ്കിൽ കരടി എന്നാണ്. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഒരു മുഖത്തിന്റെ ജാംബവാൻ അല്ല രാമായണം അവതരിപ്പിക്കുന്നത്. തട്ടി ഉണർത്തി ഒരാളുടെ കഴിവും കരുത്തും ഓർമ്മിപ്പിച്ചവരെ ഉയർത്താൻ സാധിക്കുന്ന ഒരു അത്ഭുത പ്രതിഭയാണ്, അല്ലെങ്കിൽ ഗുരുത്വമുള്ള ഒരാളാണ് ആര്? ജാംബവാൻ. ജാംബവാൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വമാണ്. ജാംബവാൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വമാണ്. ആ ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളെ തട്ടി ഉണർത്താനുള്ള കഴിവ്. മനസ്സിലായില്ലേ? ഈ കഴിവ് ഓരോ രക്ഷിതാക്കളും ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് മാറി മറിയുമായിരുന്നു. നമ്മൾ രാമായണം എല്ലാ കൊല്ലം വായിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പോഴും അന്ധകാരത്തിൽ കിടക്കുകയാണ്. നമ്മളിപ്പോഴും വാനരന്മാരുടെ അവസ്ഥയാണ്. വീമ്പ് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഒരു ചുക്കും പണ്ടാരോ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ അവസ്ഥ. വെറുതെ വീമ്പ് പറയുകയാണ്. പക്ഷെ അത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു കഴിവും കരുത്തും ഒരാളിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ
അവരെ തട്ടി ഉണർത്താൻ കഴിയുന്ന ഒരു ജാമ്പവാനായി അച്ഛനും അമ്മയും മാറണം. ഇപ്പൊ നമ്മൾ ജാമ്പവാന്റെ അവസ്ഥയിലല്ല രക്ഷിതാക്കള്. ഇപ്പൊ ഒരുവിധം രക്ഷിതാക്കളൊക്കെ മന്ദരയുടെ ഫാമിലിയിൽ പെട്ടതാണ്. മന്ദര എന്താ ചെയ്തത്? കുത്തിത്തിരിപ്പുണ്ടാക്കി അവസാനം ഒരു കുടുംബം തന്നെ തകരാറിലാക്കിയ ആളാണ് ആര്? എന്താ ഒന്നും മിണ്ടാത്തോ നിങ്ങള്? മന്ദര. ഇന്ന് ഒരുപാട് വീടുകളിൽ അച്ഛനമ്മമാരൊക്കെ ആരുടെ ഫാമിലി പെട്ടതാണ്? മന്ദരയുടെ ഫാമിലി പെട്ടാണ്. അങ്ങോട്ട് കുറ്റം പറഞ്ഞ്, അവളുടെ കുറ്റം പറഞ്ഞ്, ഇവന്റെ കുറ്റം പറഞ്ഞ്, അങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളെ ആ രീതിയിൽ വളർത്തിയെടുക്കുന്നവരൊക്കെ ആരാണ്? മന്ദരയാണ്. എന്നാൽ അതിന് പകരം ആരായി തീരേണ്ടതായിരുന്നു? ജാമ്പവാനായി തീരേണ്ടതായിരുന്നു. ഈ രാമായണ മാസം എങ്കിലും നമുക്ക് ഓർമ്മിപ്പിക്കാം, മന്ദരയെപ്പോലെ കുറ്റവും കുറവും പറഞ്ഞ് തളർത്തേണ്ടവരല്ല, മറിച്ച് ജാമ്പവാനെ പോലെ തട്ടി ഉണർത്തേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് രക്ഷിതാക്കള്. അറ്റ്ലീസ്റ്റ് രാമായണം വായിച്ചിട്ട് ഓരോ രക്ഷിതാക്കളും, ഈ പ്രായമുള്ളവരും ഈ പ്രതിജ്ഞ ചെയ്താൽ മതി. എന്ത്? രാമായണം വായിച്ചിട്ട് ഞാൻ അവിലും മലരും വായിലിട്ടിട്ട് പോകുന്നതല്ല രാമായണ ഭക്തി, മറിച്ച് ഞാൻ രാമായണം വായിച്ച് എന്നിലുള്ള ഒരു ജാമ്പവാനെ ഉണർത്തി എൻ്റെ മക്കളെ അല്പമെങ്കിലും ഒരു ഭക്തിയുടെ സംസ്കാരമുള്ളവരാക്കി തട്ടി ഉണർത്താൻ എനിക്ക് സാധിക്കണമെന്ന്. അങ്ങനെ ഓരോ രക്ഷിതാക്കളും, രാമായണം വായിക്കുന്ന രക്ഷിതാക്കളും പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് രാമായണം വായിക്കുന്നെങ്കിൽ രാമായണത്തിന്റെ അവസ്ഥ എന്താവും? നമ്മുടെ കുട്ടികളിലേക്ക് ഈ രാമായണ സന്ദേശം ക്രമേണ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആണോ അല്ലയോ? അല്ലാതെ നമ്മൾ രാമായണം വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ അന്ധമായ വായനയ്ക്കെതിരാണ്. ഞാൻ പിന്നെ ഒരു സ്വാമി ആയതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകണമെന്ന് മാത്രം. കാരണം കർക്കിടകത്തിൽ എല്ലാവരും രാമായണം വായിക്കുന്നു, അപ്പൊ സ്വാമി വരണം, അവിടെ പ്രഭാഷണം, ഇവിടെ പ്രഭാഷണം, അതിന് പോകുന്നു മാത്രം. അന്ധമായ വായന കൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്താ വായിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. നമ്മളിൽ അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധമുണ്ടാവണം. ഞാൻ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നെങ്കിൽ ആ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കണം. അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും, ആ വീട്ടിലെങ്കിലും ഒരു മാറ്റം വരുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ രക്ഷിതാക്കളും ഏറ്റെടുക്കുകയാണെങ്കിൽ രാമായണം കൊണ്ട് പ്രയോജനമുണ്ടായി. കാരണം ഒരു ജാമ്പവാൻ ഹനുമാനെ ഉയർത്തിയതുപോലെ, ഒരു ജാമ്പവാൻ ഹനുമാനെ ഉണർത്തിയതുപോലെ നമ്മുടെ വീട്ടുകാരെയും നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു കൃതാർത്ഥത അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജാമ്പവാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ രാമൻ മോതിരം കൊടുത്തിട്ട് എന്താ കാര്യം? ജാമ്പവാൻ അവിടെ എങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പണ്ട് അർജുനൻ യുദ്ധക്കളത്തിൽ തളർന്നിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ആര്? ജാമ്പവാനല്ല. ആര്? ഹനുമാൻ. ആ ഹനുമാൻ അങ്ങനെ ഇരുന്നു. ജാമ്പവാൻ ഒന്നും മിണ്ടാതെ. നിങ്ങളുടെ അവസ്ഥയിലായിരുന്നു ജാമ്പവാൻ എങ്കിൽ എന്തായിരിക്കും രാമായണത്തിന്റെ അവസ്ഥ? മനസ്സിലായില്ല. നിങ്ങളിപ്പോ ഇരിക്കുന്ന അവസ്ഥയിലാണ് ജാമ്പവാനും ഇരുന്നതെങ്കിൽ ഹനുമാന്റെ അവസ്ഥ എന്തായിരിക്കും? ഹനുമാന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു സീതാന്വേഷണവും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ അവസ്ഥയിലല്ലായിരുന്നു ആര്? അയാൾക്ക് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഹനുമാൻ ഈ കഴിവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹനുമാനെ തട്ടി ഉണർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ജാമ്പവാനുണ്ട്. ആ ഉത്തരവാദിത്വം ജാമ്പവാൻ നിറവേറ്റിയത് കൊണ്ട് മാത്രമാണ് ഹനുമാൻ ഉയർന്ന് വേണ്ട പോലെ പ്രവർത്തിച്ച് കാര്യം നടത്തിയത്. ആണോ? അപ്പൊ അവിടെ ജാമ്പവാന്റെ റോൾ ഉണ്ടോ? ഇല്ലയോ? ഉണ്ട്. ഇതുപോലെ നിങ്ങളുടെ മക്കളൊക്കെ ഹനുമാനാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ജോലി എന്താണ്? അവരെ കടന്നുറങ്ങുമ്പോൾ നട്ടപ്പാതിരയ്ക്ക് വീട് തട്ടി ഉണർത്തിയിട്ട് പറയുകയാണ്, ഞാൻ ജാമ്പവാനാണ് മോനെ, ഞാൻ നിന്നെ തട്ടി ഉണർത്താനാണ് വന്നെങ്കിൽ അയാൾ നിങ്ങളെ തട്ടിയിട്ടുണ്ടാവും, നിങ്ങളുടെ ജീവിതം തീർത്തിട്ടുണ്ടാവും. അപ്പം തട്ടി ഉണർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മേക്കെട്ട് കയറുക എന്നല്ല അർത്ഥം. മനസ്സിലായില്ലേ? പുറത്തു പോയി കടന്നുറങ്ങുന്ന ആളുടെ പുറത്തു പോയി 2 പീക്ക് വെച്ചിട്ട് പറയാണ് ഞാൻ ജാമ്പവാനാണ്, അതാണോ അർത്ഥം? അല്ല. ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അവരെ ഉപാസകരും അതുപോലെ കോൺഫിഡൻസ് ഉള്ളവരുമാക്കി മാറ്റുക. ഉപാസകന്മാരാക്കിയാൽ തന്നെ കോൺഫിഡൻസ് ആയി. നിരന്തരം അവരോട് എന്തെങ്കിലും അനുഷ്ഠിക്കോ, നിങ്ങളിത് ചെയ്യോ, നിങ്ങൾക്കിതുകൊണ്ട് മാറ്റമുണ്ടാവും. മനസ്സിലായില്ലേ? ഈ തരത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുക.
ഒരാള് ഒരു ഒരു അമ്മ വളരെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായി അവർക്ക്. ഉം. കുറച്ച് ബിസിനസ്സിലൊക്കെ അവർ ബിസിനസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഭയങ്കര അപ്സെറ്റായി. അവർക്ക് കോൺഫിഡൻസേ പോയി. അപ്പൊ ഒരു ദിവസം ഞാൻ സപ്താഹം നടത്തുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വാമിജി എനിക്ക് ആകെ പ്രശ്നങ്ങളാണ്, കടം ഇത്രയും വന്നിട്ട് ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, കൈവിട്ടു പോവോ എന്നൊരു പേടിയുണ്ട്, എനിക്ക് എന്താ അറിയില്ല, കാരണം ബിസിനസ് ഇത്തിരി മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ലോണാണ് ഇത്തിരിയുണ്ട്, ബാധ്യത ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ പാവം വലിയ പറയുമ്പോഴേക്കും ഇങ്ങനെ കണ്ണു നിറയുന്ന ബിസിനസ്സുകാരിയാണ്, നല്ല പോപ്പുലർ ബിസിനസ്സുകാരിയാണ്. അപ്പൊ ഞാൻ ഇവരോട് വെറുതെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ദേവി മാഹാത്മ്യത്തിലെ ഈ നാരായണീ സ്തുതി അത് ഡെയിലി വായിക്കൂ, ഒരു വഴി ഉണ്ടാവുമെന്ന് അത്രേ പറഞ്ഞുള്ളൂ. എനിക്കാണെങ്കിൽ അപ്പൊ നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ ഇവര് അതുപോലും അവർക്ക് അറിയില്ല, പാവത്തിന് എന്താ ദേവി മാഹാത്മ്യം, എന്താ ഈ നാരായണീ സ്തുതി, ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പം പറഞ്ഞു 11-ാം അധ്യായം ഇങ്ങനെ ഒരു പുസ്തകം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ദേവി മാഹാത്മ്യം, അത് വായിക്കുക. ഈ യൂട്യൂബിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അത് കേൾക്കാം, ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടാവും, അത് കേട്ട് പഠിക്കുക. ഈ സ്ത്രീ അത് നിരന്തരം 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 ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 7 മാസത്തിന് ശേഷം വീണ്ടും എവിടെ വെച്ച് അവരെ കണ്ടു. അവര് പറഞ്ഞു വളരെ മാറ്റമുണ്ട്, ലോണുകളൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്, ഇപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ നോക്കാം, മനസ്സിനൊരു ശക്തി വരുമ്പോൾ വീണ്ടും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ മാറ്റിയെടുക്കാൻ മനുഷ്യന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? ഈ വലിയ വലിയ ആളുകളൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ, ഇവരിലൊക്കെ ഒരു ഉപാസനാ സംസ്കാരം ഉള്ളത് കാരണം അവര് ആ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. അത് പലപ്പോഴും ഈ സിനിമ കാണുന്നവർ സിനിമക്കാരുടെ മഹത്വം മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ രജനീകാന്തിനെ എടുത്ത് നോക്കിയാലും വലിയ വലിയ അമിതാഭ് ബച്ചൻ, ഇവരൊക്കെ വലിയ ഒരു ഉപാസകന്മാരും കൂടിയാണ്. അവർ പോകുന്നു ഹിമാലയത്തിൽ, അവർ പോകുന്നു ആശ്രമങ്ങളിൽ, അവർ പോകുന്നു ഇരുന്ന് ജപിക്കാൻ. ഇപ്പൊ മോഹൻലാലൊക്കെ വലിയ ഉപാസകനാണ്. അപ്പൊ അയാളുടേതായിട്ട് അനുഷ്ഠാനങ്ങളുണ്ട്, അതൊക്കെ രാവിലെ എണീറ്റ് അവർ ജപിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവർ അഭിനയിക്കുന്നത് എന്നുള്ള ഈ കഴുതകൾ മനസ്സിലാക്കില്ലേ കുട്ടികൾ. അവർ വിചാരം ഈ അഭിനയിക്കലാണ് ഏറ്റവും വലുത്. ഇവര് പാവം ഇവരുടെ ഒരു ഉപാസന കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് അങ്ങനെയാണ് ഇവർക്ക് ആ ഒരു കഴിവുകളെ നിലനിർത്താൻ സാധിക്കുന്നത്. നിങ്ങൾ രജനീകാന്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഹിമാലയത്തിൽ പോയി, അവിടെ ഒരു സ്ഥലമുണ്ട് അദ്ദേഹത്തിന്, അതിൽ പോയി തപസ് ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? എത്രയെത്ര ബിസിനസ്സുകാരാണ്. ഞങ്ങൾക്ക് നിങ്ങൾ കുറച്ചൊരു ഇതിനൊക്കെ താല്പര്യമുള്ളവരാണ് മനസ്സിലാവും. നീം കരോളി ബാബ എന്നൊരു ആശ്രമമുണ്ട്, അത് വൃന്ദാവനത്തിലുണ്ട്, അങ്ങ് ഗംഗോത്രിയിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭക്തന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭാരതത്തിലെ കോടീശ്വരന്മാരാണ്. വലിയ വലിയ ഗ്രൂപ്പ്, ജിൻഡാൾ ഗ്രൂപ്പ്, അഗർവാൾ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ്, ഈ ആളുകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ്. ഇവരൊക്കെ അവിടെ വരുന്നു, ആ ആശ്രമത്തില് അവരിരുന്ന് ജപിക്കുന്നു. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു മനോബലം, ഒരു ശക്തി ഇവർക്ക് ഈ ഉപാസനയിലൂടെയാണ് കിട്ടുന്നത്. അതിന് വഴി കാണിച്ച ആ ബാബയെ ഒരു വളരെ ആദരവോടെ കാണും. ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു തലമുറയായി പോയി നമ്മുടെ കുട്ടികൾ. അത് നമ്മളാരും പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യത്യാസം ഈ കാര്യത്തിൽ നോർത്തിലുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ കുട്ടികളില് ഇത്ര സൂയിസൈഡ് ഇല്ലാത്തത്. ഇവിടെ അത് കൂടി വരുന്നതിന് കാരണം ഉപാസന വളരെ കുറഞ്ഞുപോയി. അപ്പൊ ഒരു ജാമ്പവാനായി നിങ്ങളൊക്കെ മാറണം. എന്നിട്ട് എന്ത് ചെയ്യണം? കിടന്നുറങ്ങുന്ന ഒരാളെ ഞെട്ടി ഉണർത്തുകയല്ല, അവരെ മനസ്സിനെ തട്ടി ഉണർത്തുക. ഞെട്ടി ഉണർത്തുന്നവരല്ല, ഞെട്ടി ഉണർത്തുന്നവരല്ല, മറിച്ച് തട്ടി ഉണർത്തി അവർക്ക് കഴിവുണ്ട്, അവർക്ക് എന്തും നേടിയെടുക്കാം. അതിനെന്ത് വേണം? ഉപാസന വേണം, അനുഷ്ഠാനം വേണം, ജപം വേണം. ഇന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ മാറ്റങ്ങളുണ്ടാകും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. കാരണം നമ്മുടെ അദ്ദേഹത്തിന് മനസ്സിലായി, ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി, ഈ ദൗത്യം എനിക്ക് നിറവേറ്റാൻ സാധിക്കും. പിന്നീട് മഹേന്ദ്രഗിരിയുടെ മുകളിൽ ചെന്ന് തൻ്റെ ദൃഷ്ടി ലങ്കയിലേക്ക് ഉറപ്പിച്ച്, വാനരന്മാരുടെ ശക്തി വാലിലാണല്ലോ, വാലൊക്കെ ചുരുട്ടി അദ്ദേഹം വായുഭഗവാനെ സ്മരിച്ചുകൊണ്ട് രാമദൂതനായ തനിക്ക് നിർവിഘ്നം പോയി വരാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്ന ഒരു ഭവ്യതയോടെ, വിനയത്തോടെ ദേവതമാരെയൊക്കെ കൂപ്പിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാണ്. അങ്ങനെ ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു സഞ്ചാരം, ഫ്ലൈറ്റ്, അതായത് ഫ്ലൈറ്റ് അല്ലാത്തൊരു ഫ്ലൈറ്റ്, പറന്നു പോകുന്ന ഹനുമാൻ.
അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. ആ യാത്ര അത്ര സുഗമമായിരുന്നില്ല. അങ്ങനെ തടസ്സങ്ങൾ ആ യാത്രയിൽ വരികയാണ്. അതിലാദ്യത്തെ തടസ്സം വന്നത് ഒരു നാഗ സ്ത്രീയാണ്. അവരുടെ പേര് സുരസാണ്, നാഗമാതാവ്. അവര് വന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവ് എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്, ആരിതിൽ പോന്നോ അതൊക്കെ നിന്റെ ആഹാരമാണ്. അതുകൊണ്ട് ഹനുമാൻ, നിങ്ങൾ എൻ്റെ ആഹാരമാണ്. ഹനുമാൻ ആദ്യം വളരെ വിനയാനിതനായി പറഞ്ഞു, ഞാൻ രാമകാര്യാർത്ഥം പോകുന്നു, തിരിച്ചു വന്നിട്ട് നീ എന്തു വേണമെങ്കിൽ ചെയ്തോ, ഇപ്പൊ ഒരു പണി ഏറ്റിട്ടുണ്ട്, ആ പണി പൂർത്തിയാക്കാതെ ഞാൻ ഒരിക്കലും പോവില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പോലെ ആയിരുന്നില്ലേ ഹനുമാൻ. അവരിപ്പോ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സമരം ചെയ്യാൻ പോകും അവര്. മനസ്സിലായില്ലേ? അതാണ് അവർക്ക് വേറെ പ്രധാനപ്പെട്ട കാര്യം. പഠിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സമരം ചെയ്യൽ പ്രധാനമാണ്. എന്നിട്ട് ശമ്പളം മേടിക്കുകയും ചെയ്യും. ശരിക്കും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സിസ്റ്റം തന്നെ മാറ്റണം. ഈ വർക്കിംഗ് ഡേയിൽ മാത്രമേ ശമ്പളം കൊടുക്കാവൂ. വർക്കിംഗ് അവേഴ്സിനെ അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. അമേരിക്കൻ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് വരണം. വർക്കിംഗ് അവേഴ്സിന് വെച്ചിട്ട് ശമ്പളം കൊടുക്കുന്ന സിസ്റ്റം വന്നാലേ എല്ലാവരും മര്യാദയ്ക്ക് പണിയെടുക്കുള്ളൂ. അപ്പം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഇനി വരുമായിരിക്കും. ഒക്കെ വന്നു കഴിഞ്ഞാൽ കാലം കൊണ്ടൊക്കെ വരിയിരിക്കാം. അപ്പൊ ഇനി മുങ്ങാനും പൊങ്ങാനൊന്നും പറ്റില്ല. പണിയെടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഫയലുകൾ പൂർത്തിയാക്കിയാലേ എനിക്ക് ശമ്പളം കിട്ടുള്ളൂ. അപ്പൊ ആളുകളുടെ പ്രശ്നങ്ങളും തീരും. ആ സിസ്റ്റത്തിലേക്ക് വരണം, എന്നാൽ കാര്യങ്ങളൊക്കെ മാറും. ആണോ ഇല്ലയോ? ഇതിപ്പോ മാസം പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സമരം ചെയ്താലും കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് കിട്ടും. അതിന് മാത്രം അവർ ആത്മാർത്ഥത കാണിക്കും, ചെന്ന് ഒപ്പിട്ട് ശമ്പളം മേടിക്കാൻ. ബാക്കി ഇപ്പൊ പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് പണിയെടുത്തിലും കുഴപ്പമില്ല, ആ രീതിയിലാക്കി നിൽക്കട്ടെ. ഏതായാലും ഹനുമാൻ സ്വാമിയുടെ മുന്നിലെ ആദ്യത്തെ ചാലഞ്ച് ആയിരുന്നു ഈ സുരസ. അപ്പം ഒരിക്കലും സുരസ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. മര്യാദയ്ക്ക് എന്റെ വായി കയറണോ എന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ പിന്നെ ഹനുമാൻ വിചാരിച്ചു, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഹനുമാൻ ശരീരം വലുതാക്കി. നിന്റെ വായ എത്രയല്ലേ ഉള്ളൂ വലിപ്പം, എന്നാ നീ വിഴുങ്ങുന്നു. അപ്പൊ അവൾ അതിലും കേമത്തി, അവൾ അതിലേറെ വായ വലുതാക്കാൻ തുടങ്ങി. ഹനുമാനും അങ്ങനെ ഒരു മത്സരം, ബോഡി ബിൽഡിംഗ് മത്സരം പോലെ രണ്ടു കൂട്ടരും ഇങ്ങനെ വലുതാക്കി. ഹനുമാൻ എന്ത് ചെയ്തപ്പോൾ നല്ലോണം വായ വലുതാക്കിയപ്പം ഏറ്റവും ചെറിയ രൂപെടുത്ത് അവിടെ വായിലൂടെ കയറി കാതിലൂടെ പുറത്തു വന്നു. അപ്പൊ ആ ഒരു ബുദ്ധി സാമർഥ്യം, എങ്ങനെയാണ് പ്രതിയോഗിയെ വീഴ്ത്തേണ്ടത്, ചെറുതാവേണ്ടടുത്ത് ചെറുതാവാനും കടന്നു പോവേണ്ടടുത്ത് കടന്നു പോവാനും സാധിക്കുന്ന ഒരു വിവേകം. അതാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ പാറ്റകളോട് കാണിച്ചത്. തോറ്റു കൊടുക്കേണ്ടടുത്ത് തോറ്റു കൊടുത്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു സിസ്റ്റം. ഇതൊക്കെ ഒരു പക്ഷെ രാമായണത്തിന്റെ പ്രചോദനമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും തോൽക്കേണ്ടടുത്ത് ഒന്ന് തോറ്റുകൊടുത്ത് എന്നാൽ കടന്നുപോയി അപകടത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വിവേകം ആ ഒരു ഹനുമാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹനുമാൻ അപകടമില്ലാതെ പുറത്തു വന്നു. സരസ കൈവീശിക്കൊണ്ട് പറഞ്ഞു, എന്തായാലും എന്റെ വായക്കൂടെ കയറിയുണ്ട്, നിന്റെ യാത്ര സുമംഗളാവട്ടെ. അത് കഴിഞ്ഞ് ഹനുമാൻ മുന്നോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് പാർട്ടിക്ക് വിളിക്കുന്നത്. ഹനുമാൻ ട്രാവൽ ചെയ്ത് ഇത്രയും വന്നതല്ലേ, ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ ഹനുമാനെ പാർട്ടിക്ക് വിളിക്കുന്നു. അതാരാണ്? മൈനാകം എന്നൊരു പർവ്വതം പൊങ്ങി വന്ന്, അത് കഥയൊക്കെ പറഞ്ഞു. പണ്ട് സാഗരം എന്നുള്ള പേര് വന്നതും സഗര വംശത്തിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ രാമനോട് വലിയധികം കടപ്പാടുള്ള ആ വംശത്തോട്, അതുകൊണ്ട് നീ രാമകാര്യാർത്ഥം പോകുന്നതുകൊണ്ട് നിനക്ക് ഇത്തിരി റെസ്റ്റ് എടുത്ത് പോയാൽ മതി, ലേശം ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് പോയാൽ മതി. ഹനുമാൻ പറഞ്ഞു, പാർട്ടിക്കൊന്നും ഇപ്പൊ എനിക്ക് സമയമില്ല, ഞാനതൊക്കെ പിന്നീട് വന്നിട്ട് നോക്കാം, ഇപ്പൊ ഞാൻ രാമകാര്യാർത്ഥം പോകുന്നു. ആ ഒരു പ്രകോപനത്തിലും ഹനുമാൻ വീണില്ല. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി. ഏറെക്കുറെ ആ ലങ്കയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് വേറൊരു അപകടം. അതെന്താണ്? ആരോ തന്നെ പുറകുന്ന് വലിക്കുകയാണ്, പുറകോട്ട് വലിക്കുകയാണ്. മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ നോക്കിയപ്പം താഴെ ഒരു രാക്ഷസിയാണ്, നിഴൽ പോലെ അവൾ വന്നിരിക്കുക, സിംഹിക എന്ന് പറഞ്ഞിട്ട്. അവളെ തന്നെ പുറകോട്ട് വലിക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ഈ ചള്ളിയിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞ ടയറിന്റെ അവസ്ഥ പോലെയാണ്. വണ്ടി മുന്നോട്ട് കയറണ്ടേ, ഇത് അതിൽ തന്നെ കിടന്ന് കറങ്ങുക. അവസാനം തന്റെ കാലുകൊണ്ട്, പുറം കാലുകൊണ്ട് ഒറ്റ വീക്ക് വെച്ചു കൊടുത്തു. അവൾ അതോടുകൂടി തീർന്നു. ഈ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും പ്രലോഭനത്തെയും തരണം ചെയ്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമി അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ അവിടെ എത്തി ഒരു വലിയ പർവ്വത നിരകളിൽ പോയി ലാൻഡ് ചെയ്തു. അപ്പൊ ഹനുമാൻ ഏറെക്കുറെ അവിടെ ലങ്കയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഉള്ളൊരു വീക്ഷണമാണ്.
എല്ലാം ഒന്ന് വീക്ഷിച്ച ശേഷമാണ് ഹനുമാൻ യാത്ര പുറപ്പെടുന്നത്. ഇനി നമുക്ക് കാണാം ഇവിടെ മുതല് ഹനുമാന്റെ ആ ഒരു യാത്ര നോക്കുമ്പോൾ സുന്ദരകാണ്ഡത്തിൽ ഹനുമാൻ തന്നെ പറയുന്നുണ്ട്, ഒരു ദൂതൻ എടുത്തു ചാട്ടക്കാരനായി മാറരുത്. അപ്പം നമ്മൾ സാധാരണ ഹനുമാനെ നിങ്ങൾ വടമാലിട്ട് പൂജിക്കുമുണ്ടല്ലോ, നിങ്ങൾ അറിയുന്നില്ല ഹനുമാൻ എന്ന് പറയുന്ന ആ മഹത്വത്തെ ബുദ്ധിമതാം വരിഷ്ടം എന്ന് പറയാനുള്ള കാരണം, ഹനുമാൻ കേവലം ഒരു വാനരന്റെ തലത്തിൽ നിൽക്കുന്ന ഒരാളല്ല, അതീവ ബുദ്ധി സാമർഥ്യവും കഴിവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഈ ഹനുമാൻ, ഞാൻ നേരത്തെ പറഞ്ഞേ, സീതാന്വേഷണവും സീതാദർശനവുമാണ് മുഖ്യം. പക്ഷേ ആ സീതയെ വീണ്ടെടുക്കണം. സീതയെ വെറുതെ കണ്ടുപോന്നിട്ട് എന്താ കാര്യം? എങ്ങനെ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് സീതയെ കൂടെ വന്നില്ല. സീതയെ കാണാനാണ് രാമൻ പറഞ്ഞയച്ചതെങ്കിലും, അല്ലെങ്കിൽ അങ്കുലിയും കൊടുത്ത് പറഞ്ഞയക്കെങ്കിലും കേവലം സീതയെ കണ്ടുപോരല് മാത്രമാണോ? അവിടെ കൊണ്ട് തീരുന്നില്ല ഹനുമാൻ സ്വാമിയുടെ ചിന്ത. എങ്ങനെ സീതയെ നമുക്ക് തിരിച്ച് രാമനിലേക്ക് എത്തിക്കാം? അപ്പൊ വീണ്ടും ചോദ്യങ്ങൾ വന്നു. എന്ത്? ഏത് മാർഗത്തിലൂടെ പറ്റുന്നു? അപ്പോഴാണ് ഈ സാമധാന ഭേദദണ്ഡം. എന്താ സാമധാന ഭേദദണ്ഡം? നിങ്ങൾ മഹാഭാരതത്തിലൊക്കെ നോക്കിയാൽ കാണാം. ഈ കൗരവന്മാരെ അടുത്ത് ചെന്നിട്ട് കൃഷ്ണൻ ആദ്യം കെഞ്ചി നോക്കും അവരോട്, നോക്കൂ, ഒരു 5 ഗ്രാമെങ്കിലും അവർക്ക് കൊടുത്തൂടെ, ഒരു വീടെങ്കിലും ഇത് കെഞ്ചലാണ്. പിന്നെ രണ്ടാമത്തെ ഭേദം ഭീഷണിപ്പെടുത്തലാണ്. മര്യാദയ്ക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. പിന്നെ അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റ വീക്ക് കൊടുക്കണം അങ്ങോട്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, കുട്ടിയോട് പറയാറില്ലേ, കൊച്ചു കുട്ടികൾ തമ്മില്, എടാ അവന്റെ ചോക്ലേറ്റ് കൊടുക്കണം, എന്റെ 2 ഒന്ന് അവന് കൊടുത്തില്ല, മര്യാദയ്ക്ക് കൊടുത്തടാന്ന് ഭീഷണിപ്പെടുത്തി, എന്നൊരു ഒറ്റ എണ്ണം വെച്ചു കൊടുക്കണം അങ്ങോട്ട്. എന്നതുപോലെ മൂന്നാമത്തത് അങ്ങനെ ഒരു ഭീഷണി, അല്ലെങ്കിൽ നാലാമത്തതോ യുദ്ധം തന്നെ, പിടിച്ചു പറിച്ച് അങ്ങോട്ട് വേറെ കൊടുക്കും. അപ്പൊ അവിടെ കുറച്ചൊരു പവർ ഉപയോഗിക്കേണ്ടി വരും, യുദ്ധം വേണ്ടി വരും. അങ്ങനെ സാമധാന ഭേദ ദണ്ഡമാണ്. ദണ്ഡം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ രാമസൈന്യത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഏത് ഭാഗത്ത് ആക്രമിക്കും, എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള്, ഇവരുടെ ശക്തി എന്താണ്, ആയുധ ശക്തി എന്താണ്, ഇവരുടെ യോദ്ധാക്കൾ ആരാണ്, ഇവരുടെ വീക്ക്നെസ് എന്താണ്, ഇവരിൽ ആരെങ്കിലും നമുക്ക് അനുകൂലമായി നിൽക്കുന്നവരുണ്ടാകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത എങ്ങനെ അറിയാൻ സാധിക്കും? എനിക്ക് രാവണനെ ഒന്ന് കണ്ട് രാവണനോടൊന്ന് സാമധാന ഭേദദണ്ഡം അറിയിക്കണം. രാവണനോട് സാമധാനം, മര്യാദയ്ക്ക് കെഞ്ചി നോക്കണം, പറഞ്ഞു നോക്കണം, സീതയെ കൊണ്ടു കൊടുക്ക്, ഇല്ലെങ്കിൽ ഇന്ന് അനുഭവിക്കണം. അപ്പൊ അതിന് രാവണനെ കാണണമെങ്കിൽ എൻ്റെ ശക്തി ഒന്നവിടെ കാണിക്കണം എന്നുള്ള ഒരുപാട് പ്ലാനിങ് ആയിരുന്നു ആരുടെ ഉള്ളിൽ? ഹനുമാന്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേവലം ഒരു ദൂതിന് പറഞ്ഞയക്കുന്ന ഒരാള് എന്തെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് രാമായണത്തെ ഏറെ ആദരവോടെ ഗാന്ധിജി മുതലായിട്ടുള്ള ആളുകൾ കണ്ടത്. മനസ്സിലായില്ലേ? ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് എങ്ങനെയായിരിക്കണം? ഇപ്പൊ നമ്മളിപ്പോ ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസഡർ, അല്ലെങ്കിൽ ഇന്നത്തെ മന്ത്രിമാര് എങ്ങനെയായിരിക്കണം? ഇതൊക്കെ എന്താണ് അവരുടെ ഉത്തരവാദിത്തം? ഇപ്പൊ നമ്മൾ കാണുന്ന മന്ത്രിമാര് പാർലമെന്റിൽ ബഹളം വെക്കുന്നവരാണ്, അല്ലാതെ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ഗവൺമെന്റിനെ കൊണ്ടൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരല്ല. അതിലെന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നീറ്റ് എക്സാമിനേഷന്റെ പേപ്പർ ലീക്കായി, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിപക്ഷക്കാര് പറയേണ്ടതല്ലേ, ഈ കുട്ടികൾ ഇങ്ങനെ ലീക്കാക്കുന്നവരെ പിന്നെ ഒരു പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത്. അങ്ങനെയാണെങ്കിൽ എത്ര ബഹുമാനം ഉണ്ടാവുമായിരുന്നു. അതിന് പകരം അവിടെ ചെന്ന് ചീത്ത വിളിക്കുക, ഗോമൂത്രത്തെ കളിയാക്കുക, അതിനെ കളിയാക്കുക. ഈ പരിഹാസ രൂപത്തിലൊക്കെ ഉള്ള ഒരു പ്രതിപക്ഷത്തോട് എന്ത് ആദരവുണ്ടാവും ജനങ്ങൾക്ക്? അപ്പം കൺസ്ട്രക്റ്റീവായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ എന്താണ് ഒരാളുടെ റോൾ എന്ന് അയാൾക്ക്, എന്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചിരിക്കുന്നത്? ബഹളം വെക്കാനാണോ, അതോ എനിക്ക് എന്തെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ട് അവിടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാനാണോ? അല്ലേ? അപ്പോഴൊക്കെ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ഈ വാക്കുകൾക്ക് അർത്ഥം അറിയില്ല ഇവർക്കൊക്കെ രാജ്യ താല്പര്യമല്ല. എന്താണ്? രാജ്യത്തിന്റെ താല്പര്യമല്ല നോക്കുന്നത്, രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പുകളാണ്. രാഷ്ട്രീയപരമായി മുതലെടുക്കുക, ഈ വാക്ക് നമുക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രബോധവും രാഷ്ട്രീയ ചൂഷണവും. രാഷ്ട്രത്തോടുള്ള കൂറാണ് എങ്കിൽ
അവർ കുറെ കൂടി കൺസ്ട്രക്റ്റീവ് ആകും. രാഷ്ട്രീയ ചൂഷണമാണെങ്കിൽ മറ്റൊരു പാർട്ടിയെ ടാർണിഷ് ചെയ്യുക അല്ലെങ്കിൽ മോശമാക്കുക, എന്നിട്ട് ഞങ്ങളുടെ പാർട്ടിയാണ് ഏറ്റവും നല്ലതെന്ന് ചിത്രീകരിക്കുക. ആണോ ഇല്ലയോ? ഈ തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഹനുമാൻ നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. രാമായണത്തിലെ സുന്ദരകാന്ഡം എന്നുള്ളത് ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹനുമാന്റെ ബുദ്ധി സാമർത്ഥ്യത്തെ, ഹനുമാന്റെ ആ കഴിവിനെ അത് സമൂഹം തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയിലും ഇങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാലല്ലോ നമ്മുടെ രാജ്യം നന്നാവാതെ പോയത്. അതായത് ഒരു ജോലിക്ക് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ജോലിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ അധപ്പതനമാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, മക്കളായി, ആ മക്കളെ വെറുതെ ഭക്ഷണവും കൊടുത്ത് വളർത്തുന്ന അമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ആ കുട്ടികളെ മഹാന്മാരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ അതെനിക്ക് സാധിക്കും എന്ന രീതിയിൽ അച്ഛനമ്മമാര് പ്രവർത്തിക്കുമ്പോൾ ആ കുട്ടികൾ നന്നാവും. മനസ്സിലായില്ലേ? ഇതങ്ങനെ ചിന്തിക്കാത്ത രക്ഷിതാക്കളുടെ മക്കളാണ് ഗുണ്ടായുസവും വേണ്ടാത്തതിനും ഒക്കെ കാണിച്ചു നടക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ ആ കുട്ടികളുടെ ആ ജന്തർ മന്തറിലുള്ള സമരം നോക്കുക. കുറേ ഡീസന്റ് കുട്ടികളാണ്, കുറെ വൃത്തികേട് കാണിക്കുന്ന കുട്ടികളാണ്. സ്വന്തം ഡ്രസ്സൊക്കെ ഊരി വലിച്ച് പെൺപിള്ളേരെ കാണിക്കുന്ന വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് നാണക്കേട് തോന്നും. എന്തൊരു വൃത്തികേടാണ്! സ്വന്തം ശരീരം കാണിക്കുക, അവരെ ബ്രസ്റ്റൊക്കെ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് എന്താ അവർക്ക് കിട്ടാൻ പോണത്? അതൊക്കെയാണോ സമരം? അപ്പൊ ഈ തരത്തിലുള്ള ഒരു വളർന്നു വരുന്ന ചുറ്റുപാടുകൾ അച്ഛനമ്മമാരിൽ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ വളർന്നു വരുന്നാൽ അതല്ലേ ചെയ്യുള്ളൂ. ആണോ അല്ലയോ? അത് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. ആരാണ് അതിന് ഉത്തരവാദി? ആരാ കുറ്റവാളി? അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് ആ കുട്ടികൾ വളർന്നു വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു തിരിച്ചറിവിന്റെ രാമായണമായി മാറട്ടെ. ഓരോ കുട്ടികളും, അവിടെ മര്യാദയ്ക്ക് സമരം ചെയ്ത കുട്ടികളുണ്ട്, മര്യാദയ്ക്കല്ലാത്ത സമരം ചെയ്ത ഈ പറഞ്ഞ വൃത്തികേടുകൾ കാണിച്ച കുട്ടികളുണ്ട്. ഇന്നലെയൊക്കെ വന്നിരിക്കുന്ന ചില വീഡിയോസ് കണ്ട നമുക്കേ വിഷമം തോന്നും. ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ് ഈ തോന്നിവാസം ചെയ്തത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടെന്നാണ് വരുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ തിരിച്ചറിവില്ലാത്ത സമൂഹമായി മാറിയാൽ അത് അധപ്പതനമാണ്. അതിനൊക്കെ രാമായണം നമുക്കൊരു വെളിച്ചമാവട്ടെ. നമുക്ക് സുന്ദരകാന്ഡത്തിലൂടെ ഏറെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ജാനകി ജീവന സ്മരണം.